അങ്ങനെ 317 വീടുകളാണ് കേരളത്തിൽ മാത്രം പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളിലൂടെ കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് നിർമ്മിച്ചു കൊടുത്തത്. ആയിരക്കണക്കിന് സഹപാഠികളുടെ ചികിത്സയ്ക്ക് സഹായം കൊടുത്തിട്ടുണ്ട് ഇല്ലേ? എന്തെല്ലാം സഹായങ്ങൾ! ഞാനിപ്പോ കണ്ണൂർ ജില്ലയുടെ കിഴക്കൻ മലയോരത്ത് 1984 SLC എഴുതിയപ്പോ എൻ്റെ കൂടെ പഠിച്ച ഒരു ഗീതയുണ്ടായിരുന്നു. അവളുടെ അച്ഛൻ അവിടുത്തെ സ്കൂളിലെ മാഷായതുകൊണ്ട് അവിടെ അവളുടെ അമ്മാവൻ അവിടെ താമസിച്ച. പിന്നെ ഞങ്ങൾക്ക് ഒരു വിവരമില്ല, ഗീതയെ അറിയില്ല, ഒന്നും അറിയില്ല. അനൗൺസ്മെന്റ് വണ്ടി കേട്ടിട്ട് ആ ഗീത നേരത്തെ ഇവിടെ വന്നു. ഞങ്ങൾ ഒരുമിച്ച് ഫോട്ടോ എടുത്തു. പഴയ ആളുകളെല്ലാം വീണ്ടും കാണുന്നു. നല്ല കാര്യം, നല്ല കാര്യം. പക്ഷേ ഈ വാട്സപ്പിലെല്ലാം ചാറ്റ് നടത്തുമ്പോൾ അതിൽ പഞ്ചസാര ഇട്ട് ഇളക്കാതിരുന്നാൽ മതി, എന്നാൽ കുഴപ്പമൊന്നുമില്ല. മനസ്സിലായോ? ഞാൻ പറഞ്ഞു വന്നത്, അന്ന് പ്രണയങ്ങളെല്ലാം ഉത്ഭവിക്കുന്നത് ഒരു പ്രായമെത്തി പക്വത ആർജിച്ചിട്ടാ. ഇന്ന് കൗമാരം തുടങ്ങുന്നത് 5ാം ക്ലാസ്സിലാ. 5ാം ക്ലാസ്സിലെ കുട്ടികൾ പ്രപ്പോസ് ചെയ്യാ. മല്ലികാബാണൻ തന്റെ വില്ലെടുക്കും, മന്ദാരമലർ കൊണ്ടു ശരം തൊടുക്കുക. കഴിഞ്ഞ ദിവസം പത്രത്തിലൊരു വാർത്ത കണ്ടില്ലേ? 8 പഠിക്കുന്ന ഒരു പെണ്ണ് പെറ്റു. കുട്ടീൻ്റെ അച്ഛൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെക്കൻ. കണ്ടിട്ടില്ലേ? എന്താ കാരണം? അവന്റെ ശരീരത്തിൽ ഭക്ഷണം എന്താ? സായിപ്പന്മാരാണ് കൂടുതൽ ഇറച്ചി തിന്നവര്. പക്ഷെ അവരിറച്ചി തിന്നുമ്പോ 2 കഷ്ണം പച്ചക്കറിയും കൂട്ടിയിട്ടാണ് 1 കഷ്ണം ഇറച്ചി തിന്നുക. എന്നാ നമ്മളെ കുട്ടികൾക്ക് പച്ചക്കറി വിളമ്പി വെക്കൂ. ഈ ജ്യോതിഷയുടെ അടുത്ത് പോയാൽ കബഡി നിരത്തും പോലെ മുരിങ്ങക്കായി അങ്ങോട്ട്, വെണ്ടക്ക അങ്ങോട്ട്, കാരറ്റ് അങ്ങോട്ട്, എല്ലാം വഴുതിനെ അങ്ങോട്ട് നിരത്തി ഇലയുടെ സൈഡിൽ വെച്ചിട്ട് വിളമ്പുന്ന ആളോട് സ്വകാര്യം ചോദിക്കും, പീസുണ്ടാ? എത്രയാ ഇറച്ചി, എത്രയാ മീന്? ഇതിൻ്റെ ഹോർമോണുകൾ കുട്ടികളുടെ സ്വഭാവത്തിൽ സ്വാധീനം ചെലുത്തുന്നു. ഇറച്ചിയും മീനും കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു കുട്ടിക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആഴ്ചയിൽ 2 ദിവസം ഇലക്കറികൾ കൊടുക്കുമോ? ആഴ്ചയിൽ എല്ലാ ദിവസവും പച്ചക്കറികൾ കൊടുക്കുമോ? വേവിക്കാത്ത സലാഡുകൾ കഴിക്കുമോ? പഴങ്ങൾ കഴിക്കുമോ? ആ കൂട്ടത്തിൽ ഇറച്ചിയും മീനും കഴിച്ചാൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ഇറച്ചിക്കും മീനിനും മാത്രം മത്സരിക്കുന്ന കുട്ടികൾ, അത് വാർത്തിട്ടും പൊരിച്ചിട്ട് തിന്നുക. ഇവന്റെ ഉള്ളിൽ ഈ ശരീരം ഓവർടേക്ക് ചെയ്യുക. ഏടുന്നെങ്കിലും ആമ മുയലിനെ മറികടക്കുക. മുയൽ ഉറങ്ങുന്നു. ഏടുന്നെങ്കിൽ ഒരു പയ്യൻ ചിരിച്ചു കാണിച്ചാൽ ചിരി കണ്ടാൽ അത് മതി, മൊഴി കേട്ടാൽ അത് മതി. 2 ആഴ്ച ഉറക്കുണ്ടാവില്ല. പോയി, ആമ പോയി. പോകരുത് മോളെ എന്ന് പറയേണ്ട മുയലോ കിടന്നുറങ്ങി. ആരാ മുയല്? മനസ്സ്. പോറ്റി വലുതാക്കി ഉപ്പാനെ ഉമ്മേനെ അച്ഛനെ അമ്മേനെ മറന്നിട്ട് ഏതെങ്കിലും ഒരുത്തൻ മുടിയിങ്ങനെ ഇളനിറ് ചെത്തിയ പോലെ ആക്കിയിട്ട്, വിരലുകൊണ്ട് യോയോ എന്നാക്കിയിട്ട്, അണ്ടർവെയർ പുറത്തു കാണുന്ന വിധത്തിൽ അരക്കൊടുക്കുന്ന പാന്റ് ചന്തിന്റെ അടിയിൽ ഉടുത്താൽ അവൻ വൈബുള്ളവനായി. അവന്റെ പുറകെ പോകുന്നു. ആമ പോയി, മുയൽ ഉറങ്ങി. 1 കൊല്ലം കഴിയുമ്പോ ആമ ട്രോഫിയും വാങ്ങി വരും. ഒന്നിനെ എടുത്ത് വരൂ. ഓൻ വെറും കഞ്ചാവാ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇത് വ്യാപകമാവുകയാ. എന്താ വിഷയം? നിങ്ങളുടെ വീട് ശരീരം വളർത്തുന്ന വീടാണ്. സ്കൂള് ബുദ്ധി വളർത്തുന്ന സ്കൂളാണ്. പക്ഷേ മനസ്സ് വളരാറുണ്ടോ? ഇവിടെ മാഷന്മാരുണ്ടെങ്കിൽ എനിക്ക് അഭിപ്രായം പറയാനുള്ളത്, ഞങ്ങളുടെയൊക്കെ മനസ്സ് വളർന്നത് എപ്പോഴാണെന്നറിയോ? ടൈറ്റായ ഷെഡ്യൂളുള്ള പീരീഡിലല്ല. ഏതെങ്കിലും പീരീഡിൽ മാഷന്മാർ വന്നിട്ടില്ലെങ്കിൽ ആ പീരീഡാണ് ഞങ്ങളുടെ മനസ്സ് വലുതായത്. ആ പീരീഡാണ് ഞങ്ങൾ സുഹൃത്തുക്കൾ പരസ്പരം തമാശ പറഞ്ഞും വർത്തമാനം പറഞ്ഞും സ്നേഹം പങ്കിട്ടിട്ടും മനസ്സ് വളർന്നത്. അത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല അല്ലേ? ഇടക്കിടക്ക് വന്നിട്ട് മിണ്ടരുത്, സംസാരിക്കരുത്. അന്ന് സംസാരിക്കരുതെന്ന് പറഞ്ഞ മാഷന്മാരോട് ഞാൻ പറയാ, നിങ്ങൾ ചെറുപ്പക്കാരോട് സംസാരിക്കടാന്ന് പറ. മൊബൈൽ കുത്തിയിട്ട് മാന്തലല്ല, വർത്തമാനം പറയടാ എന്ന് പറഞ്ഞിട്ട് വർത്തമാനം പറയാൻ പിരീഡ് ഉണ്ടാക്കണം. കുട്ടികൾ ഹൃദയം തുറന്ന് വർത്തമാനം പറയട്ടെ. വീട്ടിൽ ഹൃദയം തുറന്ന് വർത്തമാനം ഉണ്ടോ? കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റൻ ആണോ? അല്ല. നിങ്ങൾ ഈ ശരീരത്തിന് ഉറങ്ങാനുള്ള കട്ടിൽ, ശരീരത്തിന് ഉടുക്കാനുള്ള ഡ്രസ്സ്, ശരീരത്തിന് തിന്നാനുള്ള ഭക്ഷണം, ശരീരത്തിന് വിസർജിക്കാനുള്ള കക്കൂസ്, ഇത് മാത്രമാണോ നിങ്ങളുടെ വീട്ടിൽ? എങ്കിൽ നിങ്ങളുടെ വീട്ടിലെ കുട്ടിക്ക് മനസ്സ് വളരില്ല. ആ മനസ്സ് വളരാതിരിക്കുമ്പോൾ അവന് ശരീരത്തിന് ആനന്ദം കിട്ടാൻ,
അവൻ ബൈക്ക് കൊടുത്തു പോകുന്നു പുതിയ തട്ടുകടകളിലേക്ക്, പുതിയ ഹോട്ടലുകളിലേക്ക്. കാരണം ശരീരത്തിന് ആനന്ദം കിട്ടാൻ കവിത പോരല്ലോ. നഭുജ്യതേ വ്യാകരണം ക്ഷുത്താതുരൈ പിപാസിതോ കാവ്യരസോ നപീയതേ. വിശക്കുന്നവന് വ്യാകരണം വിശപ്പ് മാറ്റുന്നില്ല, ദാഹിക്കുന്നവന് കാവ്യരസം ദാഹം മാറ്റുന്നില്ല. അപ്പൊ എന്താ? അവൻ ഇറച്ചി വേണം, മുട്ട വേണം, തിന്നാൻ വേണം, അവൻ ഓടുന്നു. നമുക്കെല്ലാം പല പേരുണ്ടെങ്കിലും മരിച്ചാൽ ഒറ്റ പേരേ ഉള്ളൂ. ഒന്നിക്കിൽ ശവം, അല്ലേ മയ്യത്ത്, അതല്ലേ പേരുള്ളൂ. എന്നാ കോഴീൻ്റെ ഭാഗ്യം നോക്കൂ, മരിക്കുന്നത് വരെ ഒറ്റ പേരേ ഉള്ളൂ, കോഴി. എന്നാ മരിച്ചാൽ 28 പേരുണ്ട്. ചിക്കൻ കബാബ്, ചിക്കൻ കടായി, പെപ്പർ ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, ചിക്കൻ 65, ചിക്കൻ പറന്നടിച്ചത്, പുതിയ പുതിയ പേരുകൾ അന്വേഷിച്ച് കുട്ടികൾ ഓടുകയാണ്. അവന് ശരീരത്തിന് ആനന്ദം വേണം. പക്ഷെ ഈ ശരീരത്തിന്റെ ആനന്ദം ഏറെ നിൽക്കൂല. പരമാനന്ദം കിട്ടാൻ എന്തുണ്ട് മാർഗം? അവൻ എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യും. പണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കണക്കിന്റെ പരീക്ഷയ്ക്ക് ഒരു ചോദ്യമായിരുന്നു, എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുക. അപ്പൊ എൻ്റെ അടുത്തിരുന്ന് പരീക്ഷ എഴുതുന്ന സൗമ്യാന്തരൻ കോപ്പി അടിച്ച്, സൗമ്യാന്തരൻ ഹരീന്ദ്രന്റെ കോപ്പി അടിച്ച് എഴുതുന്ന കണ്ടിട്ട് മാഷ് പോയി പിടിച്ചപ്പോൾ മാഷോട് ഇവൻ പറയാ, മാഷ് ഇതാ ഏറ്റവും എളുപ്പ വഴിയെന്ന്. കോപ്പി അടിക്കല്. അതുപോലെ എളുപ്പ വഴിയിൽ ശരീരത്തിന് ആനന്ദം കിട്ടാൻ എന്താ മാർഗം? ശരീരം ഒരു പദാർത്ഥമാ. പദാർത്ഥത്തിന് ആനന്ദം കിട്ടാൻ പദാർത്ഥം വേണം. പദാർത്ഥം ഏതൊക്കെയാ? ഖരം, ദ്രാവകം, വാതകം. ശരീരത്തിന് ആനന്ദം കിട്ടാനുള്ള പദാർത്ഥം ഖരം MDMA, ദ്രാവകം മദ്യം, വാതകം കഞ്ചാവിന്റെ പുക. എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യൽ. മനസ്സിലായോ? വീട്ടിൽ നിന്ന് മനസ്സ് കൊടുക്കാത്ത, സച്ചിദാനന്ദം കൊടുക്കാത്ത അമ്മയും അച്ഛനും ഉപ്പയും ഉമ്മയുമാണ് ഇതിന് ഉത്തരവാദി. അവൻ ആനന്ദം കൊടുത്തില്ല, അവന് സ്നേഹം കൊടുത്തില്ല. അതുകൊണ്ട് നമ്മുടെ വീടിന്റെ വ്യാകരണം അടിച്ചു പൊളിക്ക്. നമ്മുടെ വീടിന്റെ ഷേപ്പ് എന്തെല്ലാം മാറി. എത്ര സുന്ദരമായ വീടാ, എന്തെല്ലാം മോഡലുകളാ. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് വീടുണ്ടാക്കിയിട്ട് കാര്യമില്ല. ആ വീട്ടിലുള്ള മനുഷ്യന്റെ ആന്തരിക സൗന്ദര്യം വളർത്തിയോ? അവിടുത്തെ ജീവിതം സോഫ്റ്റനായോ? അത് സോഫ്റ്റനാക്കാനുള്ള സൂത്രം പറഞ്ഞുതരാം, എന്നിട്ട് എൻ്റെ പ്രസംഗം നിർത്താം. ജീവിതം സോഫ്റ്റനാക്കേണ്ടത്, കൗമാരത്തിലേക്ക് കുട്ടികൾ പോകുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വഴിതെറ്റുന്ന കൗമാരം എന്നാണ് ഇന്നത്തെ ഒരു വിഷയം. ഒരു ട്രെയിനും വഴിതെറ്റാറില്ല, ഉണ്ടോ? ഒരു ട്രെയിനും വഴിതെറ്റാറില്ല. ട്രെയിന് വഴിതെറ്റിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ എറണാകുളം ടൗണിൽ നിന്ന് കോട്ടയത്തേക്കാണോ പോണ്ടത്, ആലപ്പുഴയിലേക്കാണോ പോണ്ടത് ട്രെയിൻ എന്ന് തീരുമാനിക്കുന്നത് ട്രെയിനിലുള്ള ഡ്രൈവറല്ല. ട്രെയിനിലെ ഡ്രൈവർക്ക് ആലപ്പുഴ പോണ്ട ട്രെയിന് കോട്ടയത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതവിടുത്തെ സ്റ്റേഷൻ മാഷ് സ്വിച്ച് ബോർഡ്, അതിന്റെ സ്വിച്ചിങ് സംവിധാനത്തിൽ നിന്ന് ഈ ഇലക്ട്രിക് ഈ റെയിലിന്റെ ലൈനിനെ ചേർത്ത് വെക്കല. ഇങ്ങോട്ടേക്ക് തെറ്റണമെങ്കിൽ ഇങ്ങേ ഭാഗത്തുള്ള ലൈൻ ഇങ്ങോട്ട് ചേർത്ത് വെക്കും, അങ്ങോട്ടേക്ക് തെറ്റണമെങ്കിൽ അങ്ങേ ഭാഗത്തെ റെയിൽ ലൈൻ. അപ്പോ ഈ ട്രെയിനിന്റെ ഉരുള് അങ്ങോട്ടേക്ക് കുടുങ്ങിയിട്ട് അങ്ങോട്ട് പോകും. മനസ്സിലായോ? കുട്ടികളല്ല വഴിതെറ്റിക്കുന്നത്, കുട്ടികളുടെ ദിശ നിശ്ചയിക്കുന്നത് സ്റ്റേഷൻ മാഷന്മാരായ അധ്യാപകരും അച്ഛനും അമ്മയുമാണ്. മനസ്സിലാക്കണം. കുട്ടികൾ വഴിതെറ്റുന്നില്ല. നിങ്ങൾ കുട്ടിയെ വഴി തിരിച്ചിട്ട് ആലപ്പുഴയിലേക്ക് വിട്ടിട്ട് ആ കോട്ടയത്ത് എത്തിയില്ല എന്ന് പറഞ്ഞ് പരാതി പറയാൻ നിങ്ങൾക്ക് എന്താ അധികാരം? നിങ്ങളല്ലേ ആലപ്പുഴയിലേക്ക് തിരിച്ചു വിട്ടത്, അവനെ പാതാളത്തിലേക്ക് തിരിച്ചുവിടുന്നത് നിങ്ങളല്ലേ. അതുകൊണ്ട് കുട്ടികളെ കുറ്റം പറയണ്ട, നമ്മളാണ് വഴിതെറ്റിക്കുന്നത്. എങ്ങനെ നമ്മൾ വഴിതെറ്റിക്കുന്നത്? എങ്ങനെയാ? നിങ്ങളുടെ കുട്ടി മയക്കുമരുന്നിന് അടിമയാകാൻ സാധ്യതയാ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ടോ എന്ന് 3 ചോദ്യത്തിലൂടെ ഞാൻ കണ്ടെത്താം. നിങ്ങളുടെ മക്കൾക്ക് ബിരിയാണി വാങ്ങിക്കൊടുക്കാറുണ്ടല്ലോ, പലതരം ബിരിയാണി പാർസൽ വാങ്ങിക്കൊടുക്കും, വീട്ടിൽ പുഴുങ്ങിയുണ്ടാക്കും, ഹോട്ടലിൽ പോയിട്ട് വാങ്ങിക്കൊടുക്കും. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആസ്വദിച്ച സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണി കണ്ടവരെത്രയുണ്ട്? ഒന്ന് കൈവക്കൂ. കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണി കണ്ടവരൊന്ന് കൈവക്കൂ. ആരെങ്കുണ്ടോ? ആരെങ്കിലും കൈയോർത്തിയോ? ഒരാളും ഇല്ല.
ആരുമില്ലല്ലോ, ഇല്ല. രണ്ടാമത്തത്, വിഷുവിന്, ഓണത്തിന്, പിറന്നാളിന്, വിവാഹ വാർഷികത്തിന് നെയ്പായസം വെക്കാറില്ലേ? കമലാ സുരയ്യ എന്ന മാധവിക്കുട്ടിയുടെ നെയ്പായസം കണ്ടവരെന്ന് കൈവെക്കൂ. ഒന്ന്, ഒരാളാ കൈവക്കിയ, ആയിഷക്കുട്ടീൻ്റെ ഉപ്പ മാത്രം കൈവക്കിയ. മൂന്നാമത്തെ ചോദ്യം, നിങ്ങൾ ഇന്ന് രാവിലെ കണി കണ്ടത് എന്താണ് എന്ന്. വീടിന്റെ വാതിൽ തുറന്നിട്ട് പ്രകാശത്തെയും പ്രഭാതത്തെയും പ്രകൃതിയെയുമാണോ കണി കണ്ടത്? മുറ്റത്ത് വിരിഞ്ഞ പൂക്കളെയാണോ കണി കണ്ടത്? പൂക്കളിൽ വന്നിരിക്കുന്ന പൂമ്പാറ്റകളെയാണോ കണി കണ്ടത്? അല്ല, നിങ്ങളുടെ വീടിന്റെ മൂലക്ക് പ്രതിഷ്ഠിച്ചിരിക്കുന്ന യൂറോപ്യൻ ക്ലോസറ്റിനെയാണോ കണി കണ്ടത്? ഇതാണ് ചോദ്യം. വീടിന്റെ വാതിൽ തുറക്കുന്നുണ്ടോ? ഇല്ല. അപ്പോ നിങ്ങളുടെ കുട്ടികൾ ലഹരിയുടെ രാസലഹരിയുടെ സാധ്യതാ ലിസ്റ്റിൽപ്പെട്ടവരാ. കുഴപ്പം നമുക്കാ, കുട്ടികൾക്കല്ല. അതുകൊണ്ട് നമ്മുടെ വീട് അടിച്ചു പൊളിക്ക്. വാർപ്പല്ല, കട്ടിലെ ജനാലകളല്ല, നിങ്ങളുടെ വീടിന്റെ ശൈലികൾ അടിച്ചു പൊളിക്കൂ, സോഫ്റ്റനാക്കൂ. എങ്ങനെയാണ് സോഫ്റ്റനാക്കേണ്ടത്? മൃദുലതരമാക്കേണ്ടത്? ചപ്പാത്തി സോഫ്റ്റനാക്കാൻ, ഇഡ്ഡലി സോഫ്റ്റനാക്കാൻ പല സൂത്രം അറിയില്ലേ? എങ്ങനെയാണ് നിങ്ങളുടെ വീട് കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റനാക്കുക? സോഫ്റ്റന്റെ സ്പെല്ലിംഗ് പറയാം, SOFTEN. ആ 6 അക്ഷരങ്ങൾക്ക് ഓരോ വാക്ക് ഞാൻ പറയാം, അത് നിങ്ങൾ ഹൃദയത്തിൽ പകർത്തി വെക്കൂ. S ഫോർ സ്മൈൽ, പുഞ്ചിരിക്കൂ. പുഞ്ചിരിക്കാൻ ഏതെങ്കിലും മതമോ, ഏതെങ്കിലും രാഷ്ട്രമോ, ഏതെങ്കിലും ജാതിയോ, ഏതെങ്കിലും രക്ഷകർത്താവോ തടസ്സമാണോ? അല്ല. കാരണം മനുഷ്യനാവുന്നത് പുഞ്ചിരിക്കുമ്പോഴാണ്. പക്ഷിമൃഗാദികൾ പുഞ്ചിരിക്കാറില്ല. നിങ്ങൾ പുഞ്ചിരിക്കൂ. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് മക്കളെ സ്വീകരിക്കൂ. അട്ടഹസിച്ചിട്ട് മക്കളെ വിളിക്കല്ല, ഒന്ന് ചിരിക്കൂ. ടാക്സ് വേണ്ട, GST ഇല്ല ചിരിക്കാൻ. അതുകൊണ്ട് ചിരിക്കുക, സ്മൈൽ. നിങ്ങളുടെ വീട് പുഞ്ചിരിക്കുന്നത് മുന്നിലത്തെ വാതിൽ തുറന്നിട്ടാണ്. അകത്ത് തിന്നലും വിസർജനവും എല്ലാം കഴിഞ്ഞ് പോകാൻ നോക്കുമ്പോൾ വാതിൽ തുറന്നിട്ട് ടപ്പ എന്ന് പറഞ്ഞ് അടക്കുന്ന വീടുകളാണ് കുട്ടികളുടെ അടഞ്ഞ മനസ്സുകൾക്ക് ഉത്തരവാദി. രാവിലെ തന്നെ വാതിൽ തുറന്നു വെക്കൂ. വരാന്തയിലേക്ക്, മുറ്റത്തേക്ക് ഇറങ്ങും. ആ മുറ്റവും വരാന്തയിലുമാണ് കുട്ടികളുടെ മനസ്സ് രൂപപ്പെടുന്നത്. ബെഡ്റൂമിലല്ല, ലാപ്ടോപ്പിലല്ല, വരാന്തയിലും മുറ്റത്തും കടത്തിണ്ണകളിലും രമ്പിലും ഇടവഴിയിലും മൈതാനങ്ങളിലുമാണ് കുട്ടികളുടെ മനസ്സ് രൂപപ്പെടുന്നത്. അതുകൊണ്ട് വാതിൽ തുറക്കൂ, വീട് പുഞ്ചിരിക്കൂ, നിങ്ങളും പുഞ്ചിരിക്കൂ. രണ്ടാമത്തത് ഓ ഫോർ ഓപ്പൺ ഹേഡ്, ഹൃദയം തുറന്നു വർത്തമാനം പറയൂ. മൊബൈൽ ഫോൺ കയ്യിലില്ലാതെ, TV തുറന്നു വെക്കാതെ ഉപ്പയും ഉമ്മയും അച്ഛനും അമ്മയും മക്കളും കൊച്ചുമക്കളെല്ലാം വട്ടത്തിലിരിക്കൂ. അരമണിക്കൂറെങ്കിലും ഒരു ദിവസം സമയം കണ്ടെത്തൂ. രാത്രിയായ രാത്രി അവിടെ ഇരുന്നൊരു വർത്തമാനം പറയൂ. ആ വർത്തമാനം എന്താ? ലോകത്തിന്റെ നല്ല കാര്യങ്ങളായിരിക്കണം. അല്ലാതെ അതാരാ റോഡിലൂടെ പോകുന്ന? അത് ബഷീർക്ക, മഹാവൃത്തികെട്ടനാ. പിന്നെ ആരാ? ഗോവിന്ദൻകുട്ടി, അതിലും പോക്കാ. എല്ലാരും മോശ. ലോകത്തൊരാളേ ഉള്ളൂ നല്ലത്. അതാരാ? ഞാൻ മാത്രം. ഇത് കേട്ട് കേട്ട് കുട്ടികളുടെ സ്വഭാവം, ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാൻ മാത്രം ശരി, നിങ്ങളൊന്നും ശരിയല്ല. അതിലൂടെ ഉണ്ടാവുന്നത്, ലോകത്തെ സകല കലാപങ്ങളും ഉണ്ടാകുന്നത് 6 ശരികൾ കൊണ്ടാണ്. അറിയുമോ? കഴിഞ്ഞ ഒരു വർഷം ഈ ഭൂമണ്ഡലത്തിൽ 1,10,000 മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇവരെ കൊന്നത് കടുവയല്ല, പുലിയല്ല, ആനയല്ല, സിംഹമല്ല. കൊന്നത് മനുഷ്യരാണ്. കടുവ ഒരു മനുഷ്യരെ കൊന്നു തിന്നു. തിന്നാൻ വേണ്ടിയാ കൊന്നാ പാവം തിന്നാ തീർന്നു. എന്നാൽ കേരളത്തിൽ 314 കഴിഞ്ഞ വർഷം, ഒറ്റ വർഷം മലയാളികളെ കൊന്നു. മനുഷ്യരെ കൊന്നു. തിന്നാൻ വേണ്ടിയാണോ? എന്തുകൊണ്ടാ? 6 ശരികൾ കൊണ്ട്. 1, ഞാൻ മാത്രം ശരി. 2, എന്റെ ദൈവം മാത്രം ശരി. 3, എന്റെ ജാതി മാത്രം ശരി. 4, എന്റെ മതം മാത്രം ശരി. 5, എന്റെ രാജ്യം മാത്രം ശരി. എന്റെ രാജ്യം, എന്റെ പാർട്ടി മാത്രം ശരി. 6 ശരികൾ. എന്റെ പാർട്ടി മാത്രം, എന്റെ രാജ്യം മാത്രം, എന്റെ മതം മാത്രം, എന്റെ ദൈവം മാത്രം, എന്റെ ജാതി മാത്രം ശരി.
ഈ 6 ശരികൾ കൊണ്ടാണ് ലോകത്തെ സകല കലാപങ്ങളും ഉണ്ടായത്. അതുകൊണ്ട് സുഗതകുമാരി ടീച്ചറുടെ വരിയുണ്ട്, പരുക്കനാണീ ലോകം പക്ഷേ ആരാമങ്ങളുമുണ്ടിവിടെ. പൂന്തോട്ടങ്ങളുമുണ്ട്, പരുക്കനാണീ ലോകം. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പക്ഷെ പൂന്തോട്ടങ്ങളുമുണ്ട്. ആ പൂന്തോട്ടങ്ങളെ കാട്ടിക്കൊടുക്കൂ. ഓപ്പൺ ഹേർട്ട്, ഹൃദയം തുറക്കൂ. മൂന്നാമത്തത് ഫോർവേഡ് ലീൻ, അഹന്ത വേണ്ട, മുന്നോട്ട് കുനിയൂ. മാങ്ങയും ചക്കയും കൂടുമ്പോൾ മാവിന്റെയും പ്ലാവിന്റെയും കൊമ്പ് മേലോട്ട് ഉയരുന്നില്ല, താഴോട്ട് താഴുന്നു. ഉള്ളൂര് പറഞ്ഞു, മരങ്ങൾ താഴുന്നു ഫലാഗമത്തിനാൽ, പരം നമിക്കുന്നു നവാമ്പുവാൽഖനം. താഴോട്ട് താഴൂ. അറിവും സമ്പത്തും കൂടുമ്പോ അഹന്ത കൂടരുത്. നമ്മുടെ ശരീരത്തിൽ, പ്രകൃതി സൃഷ്ടിച്ച ഈ ശരീരത്തിൽ ഒരു സന്ധി മാത്രമേ പുറകോട്ട് മടങ്ങുന്നുള്ളൂ, കാലിന്റെ മുട്ട് മാത്രം. ബാക്കിയെല്ലാം മുന്നോട്ട് മടങ്ങുന്നതാണ്. ആ കാലിന്റെ മുട്ട് പുറകോട്ട് മടക്കി വെച്ചിരിക്കുന്ന എന്തിനാണെന്നറിയുമോ? മുന്നോട്ട് ഓടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് മുന്നോട്ട് കുനിയൂ, കുട്ടികളിലേക്ക് താഴൂ, എന്നാ കുട്ടികൾ നമ്മളിലേക്ക് ഉയരും. ഫോർവേഡ് ലീൻ. അടുത്തത് ടച്ച്, മക്കളെ ചേർത്ത് പിടിക്കൂ. തൊടണം, കെട്ടിപ്പിടിക്കണം, മുത്തം കൊടുക്കണം. വാത്സല്യം എന്ന വാക്കിന്റെ അർത്ഥം കിൻഡർ ജോയ്, അൽഫാം, ഡയറി മിൽക്ക് കൊണ്ട കൊടുക്കലല്ല. വത്സം എന്ന് പറഞ്ഞാൽ നെഞ്ചാ, നെഞ്ചോട് ചേർത്ത് പിടിക്കലാണ് വാത്സല്യം. നെഞ്ചോട് ചേർത്ത് പിടിക്കൂ. ടച്ച്. അടുത്തത് ഈ ഐ കോണ്ടാക്ട്, കണ്ണിൽ നോക്കി വർത്തമാനം പറയൂ. ഞാൻ കഴിഞ്ഞ ദിവസം അബുദാബിയിലേക്ക് പോകുമ്പോൾ കോഴിക്കോട് എയർപോർട്ടിൽ നിന്നാ കയറിയത്, തിരിച്ച് കണ്ണൂർ എയർപോർട്ടിൽ ഇറങ്ങിയത്. ആ എയർപോർട്ടിൽ നിന്ന് കയറുമ്പോൾ കണ്ണിന്റെ ഫോട്ടോ എടുത്തു, കണ്ണൂർ ഇറങ്ങുമ്പോൾ കണ്ണിന്റെ ഫോട്ടോ എടുത്തു. അപ്പോൾ ആ ഫോട്ടോ മാച്ചായി. യെസ്, പോയോൻ തിരിച്ചു വന്നു, പച്ച ലൈറ്റ് കത്തി വിട്ടു. ഇല്ലേ പുറത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. കാരണം എൻ്റെ കണ്ണ് പോലെ മറ്റാർക്കും കണ്ണില്ല. ആ കണ്ണിൽ നോക്കൂ. അച്ഛനും അമ്മയും പരസ്പരം കണ്ണിൽ നോക്കുകയും അച്ഛനും അമ്മയും ഉപ്പയും ഉമ്മയും മക്കളുടെ കണ്ണിൽ നോക്കുകയും ചെയ്യുന്ന സ്വപ്നങ്ങൾ അലങ്കരിക്കും നമ്മുടെ വീടു കണ്ട് സ്വർഗം നാണിക്കുന്നു എന്ന് പാട്ടിൽ പറഞ്ഞതുപോലെ കണ്ണിൽ നോക്കൂ, കണ്ണിൽ നോക്കൂ. ഐ കോണ്ടാക്ട്. അടുത്തത് നോഡിങ്, തലകുലുക്കൂ. തലകുലുക്കൂ. എന്താ തലകുലുക്കൽ? പരസ്പരം അംഗീകരിക്കൂ. ആ ശരിയാ ശരിയാ. മക്കള് പറഞ്ഞത്, ഭാര്യ പറഞ്ഞതെല്ലാം അംഗീകരിക്കൂ. പല വീട്ടിലും ഗൃഹനാഥന്മാരുടെ അപ്രമാദിത്വം കൊണ്ട് ആ കുട്ടികൾക്ക് സ്വഭാവ വൈകൃതം ഉണ്ടാവുന്നു. അറിയോ? ഞാനെടുത്ത വീടാണ്, ഞാനാണ് ഇവിടുത്തെ അരി വാങ്ങുന്നത്, ഞാനാ ശമ്പളം കൊണ്ടുവരുന്നത്, അതുകൊണ്ട് ചായ എടുത്ത് കൊടുന്നു, ചോറെടുത്ത് വിളമ്പുന്നു. ആരാ ഇയാള് പൽവാൽ ദേവനും ഭാര്യയും മക്കളും കട്ടപ്പയും അടിമ. എന്തിന്? നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും അല്ലേ, എന്തിന് ഇങ്ങനെ അട്ടഹസിക്കുന്നു? നമ്മൾ ചേർത്ത് പിടിക്കൂ. അവർ പറയുന്നത് തലകുലിക്ക് സമ്മതിക്കൂ. അങ്ങനെ സോഫ്റ്റ് സ്മൈൽ, ഓപ്പൺ ഹേർട്ട്, ഫോർവേഡ് ലീൻ, ടച്ച്, ഐ കോണ്ടാക്ട്, നോഡിങ്, സോഫ്റ്റ് യുവർ കമ്മ്യൂണിക്കേഷൻ. ഇങ്ങനെ നമ്മുടെ വീടിന്റെ വ്യാകരണം അടിച്ചു പൊളിക്കൂ. സ്നേഹത്തിന്റെ അടിത്തറയിൽ നമ്മുടെ വീട് പടുത്തുയർത്തൂ. ഒരു കവിത വായിക്കൂ, ഒരു കഥ പറയൂ, ഒരു പാട്ട് പാടൂ, പ്രകൃതിയെ നോക്കിക്കാണൂ, ചുറ്റുവട്ടമുള്ളതിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പഠിപ്പിക്കൂ. അവനെ സച്ചിദാനന്ദത്തിലേക്ക് നയിക്കൂ. എന്നാൽ അവൻ ദുശ്ചിതാനന്ദത്തിലേക്ക് പോവില്ല. മയക്കുമരുന്നിന്റെ ആനന്ദം ദുശ്ചിതാനന്ദമാണ്. ആ ദുശ്ചിതാനന്ദത്തിലേക്ക് പോകുന്നത് സച്ചിദാനന്ദത്തിന്റെ വഴികൾ കൊട്ടിയടക്കപ്പെടുമ്പോഴാണ്. അതുകൊണ്ട് മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടം റോഡിലെ റാലിയും ടൗണിലെ പ്രസംഗവും അല്ല പ്രധാനം. നമ്മുടെ വീട്ടിലെ ചിരിയാണ് പ്രധാനം. നമ്മുടെ വീട്ടിലെ സ്വഭാവമാണ് പ്രധാനം. നമ്മുടെ വീട്ടിൻ്റെ ആനന്ദമാണ് പ്രധാനം. അത്തരത്തിൽ പോകണം. നമ്മുടെ കുട്ടികൾ നല്ല എനർജിയുള്ള കുട്ടികളാണ്. നമ്മുടെ 10 ഇരട്ടി എനർജി, ഊർജം അവർക്കുണ്ട്. ആ ഊർജം ശരീരത്തിനും മനസ്സിനുമുണ്ട്. ആ ഊർജത്തെ സമൂഹത്തിനും രാജ്യത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്താൻ, മാനവിക ലോകങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് അവനെ ആക്ഷേപിക്കല്ല, അവനെ പരിഹസിക്കല്ല, അവനെ അടിച്ചു താഴ്ത്തല്ല. ഒരു കുട്ടി മയക്കുമരുന്നിന് പിടിക്കപ്പെട്ടാൽ അവനെ സമൂഹത്തിന്റെ ശത്രുവായി കാണരുത്. കാരണം മയക്കുമരുന്നിന് അടിമയാകുന്നത് ഒരു രോഗമാണ്.
രോഗം വന്ന ആളുകളെ നമ്മൾ പണ്ട് കുഷ്ഠരോഗം വന്ന ആളുകൾക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഭീകരത ഉണ്ടായിരുന്നു. അത് മഹാപാപമാണ്. രോഗം വന്ന ആളുകളെ ഉപദ്രവിക്കുകയല്ല വേണ്ടത്, രോഗം വന്നവരെ ചികിത്സിക്കുകയാണ് വേണ്ടത്. ഏതെങ്കിലും കൂട്ടുകെട്ടിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ വീട്ടിലെത്തി അവനെ ശകാരിച്ചാൽ ആ ശകാരം താങ്ങാൻ പറ്റാതെ അവൻ അതിനേക്കാൾ വലിയ സ്ട്രോങ് മയക്കുമരുന്നിലേക്ക് പോകും. അവനെ ചേർത്ത് പിടിക്കൂ, അവന്റെ കൂടെ നിൽക്കൂ, അച്ഛനും അമ്മയും അവനെ സാന്ത്വനിപ്പിക്കൂ, അവനെ സമാധാനിപ്പിക്കൂ. ക്രമേണ റെയില് തെറ്റിപ്പോയവനെ തിരിച്ചു കൊണ്ടുവന്നിട്ട് പുതിയ ശരിയായ റെയിലിലേക്ക് കയറ്റണം. പിന്നെ പോയ റെയിലും നാടെന്ന് വേറെ മാറ്റാൻ നമുക്ക് കഴിയില്ല. ആലപ്പുഴ എത്തിയ ട്രെയിനിനെ വീണ്ടും കോട്ടയത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. തിരിച്ച് എറണാകുളം ടൗണിലെത്തിയാലേ കോട്ടയത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂ. അവനെ തിരിച്ചു കൊണ്ടുവരണം. അതിന് വിഹിതമായ ലഹരിയുടെ മാർഗത്തിലേക്ക് അവനെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ പരിശ്രമിക്കാൻ, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ആർദ്രമാക്കുക, സൗന്ദര്യാധിഷ്ഠിതമാക്കുക, സ്നേഹസുരഭിലമാക്കുക. അത്തരത്തിൽ മുന്നോട്ട് പോകാൻ ഈ ട്രിവാൻഡ്രം റെസിഡൻസ് നഗറിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടിക്ക് ഇത്ര ദൂരെ നിന്ന് എന്നെ ക്ഷണിച്ചു വരുത്തിയ ഇതിന്റെ സംഘാടകരോടും ഇത്ര നേരം എൻ്റെ വാക്കുകൾ കേട്ട നിങ്ങളോടും എല്ലാം ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷണം ചുരുക്കുന്നു. നമസ്കാരം. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളരെയധികം കുട്ടികളെക്കുറിച്ച് പറയുന്നുണ്ട്. എപ്പോഴും കുട്ടികളെക്കുറിച്ചാണ് പറയുന്നത്. കുട്ടികൾ അങ്ങനെ ചെയ്യുന്നു, കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നു, രക്ഷകർത്താക്കൾ എങ്ങനെ ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് അധികം ഇവിടെ കൂടുതലും രക്ഷകർത്താക്കളായതിനാലാണ് പെട്ടെന്ന് ഞാനത് വിഷയം എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. കുട്ടികൾ ഇത് കേട്ട് ഓരോ വിഷയം ബോറടിച്ച് കാണും. പല കുട്ടികൾക്കും ഈ സിന്തറ്റിക് ഡ്രഗ് എന്താണെന്ന് പോലും അറിയാത്ത കുട്ടികളുടെ മുമ്പിൽ ചെന്നിരുന്നത് പലപ്പോഴും ഒരു വിഷമം തോന്നാറുണ്ട്. അപ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന കുട്ടികൾ ക്ലാസ് റൂമുകളിൽ കാണുമെന്നില്ല. ടാർഗറ്റ് ചെയ്യുന്ന കുട്ടികൾ പലപ്പോഴും ക്ലാസ് റൂമിന് പുറത്തായിരിക്കാം, അതിൻ്റെ ചെയിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർ പുറത്തായിരിക്കാം. അപ്പം നമ്മൾ കുട്ടികളോട് പറയും, നിങ്ങളെ അല്ല ഉദ്ദേശിക്കുന്നത്, നിങ്ങളെ പരിചയമുള്ള സുഹൃത്തുക്കളുണ്ടല്ലോ അവരെയും നേർവഴിക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നതെന്ന് പറയും. പക്ഷെ നമ്മൾ തുടങ്ങേണ്ടത് കുടുംബത്തിൽ നിന്നാണ് ഇതെല്ലാം തുടങ്ങേണ്ടത്. ഞാൻ അങ്ങനെ ചോദിക്കുന്നതല്ല. ഈ വിദേശത്തൊക്കെ ഒരു അച്ഛൻ അമ്മ എന്നുള്ള രീതിയിൽ ഏറ്റവും വലിയ ക്രൈം എന്താണെന്നറിയോ? ഏറ്റവും വലിയ ക്രൈം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ മുമ്പ് വെച്ച് വഴക്കിടുന്നതാണ്. അടിക്കണമെന്നുമില്ല കേട്ടോ, കുനിച്ചിർത്തി ഇടിക്കണമെന്നുമില്ല, കൈകൊണ്ട് അടിക്കണമെന്നുമില്ല. കുട്ടികളുടെ മുമ്പിൽ വെച്ച് സ്വരമുയർത്തി സംസാരിക്കുന്നതാണ് ഏറ്റവും വലിയ കുറ്റം. നമ്മളത് എത്ര പേര് ചെയ്യുന്നുണ്ട്? ഈ കുട്ടികളുടെ മുമ്പിൽ വെച്ച് വഴക്കിടരുത് എന്നൊരു ബോധ്യം നമുക്ക് എത്ര പേർക്കുണ്ട്? സ്വയം ആത്മപരിശോധന നോക്കുക. അവിടെ തുടങ്ങിയാണ് നിങ്ങൾ ഈ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നില്ലേ, താളം തെറ്റുന്ന കുടുംബം എന്ന് പറയുന്നത്. കുട്ടികളുടെ മാത്രം പ്രശ്നമല്ല, നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മളും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതങ്ങനെ തന്നെ തുടരുന്നതിനാൽ കുട്ടികളുടെ വലിയ രീതിയിലുള്ള ശ്രദ്ധ അപ്പം പണ്ടത്തെ പോലെയല്ല. പണ്ട് വീടുകളിലൊക്കെ 5ഉം 10ഉം കുട്ടികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് 1ഉം 2ഉം ഒക്കെ ഉള്ളൂ. അപ്പോൾ അധിക നല്ല രീതിയിൽ ശ്രദ്ധ ചിലർത്തി അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ നമ്മളതിനു വേണ്ടി എത്ര പേര് ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് നാം ശ്രദ്ധിക്കണം. കുട്ടികളുടെ പഠിത്തത്തിൽ ഒരു ദിവസവും സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവരുടെ പുസ്തകങ്ങളൊന്നും എടുത്ത് നോക്കി എന്താണെന്ന് പുതുതായിട്ട് പഠിച്ചതെന്ന് അവരോട് ചോദിക്കുക. അവരുടെ പഠിത്തത്തിന് നമുക്ക് താല്പര്യമുണ്ടെന്നുള്ള രീതിയിൽ ജനിപ്പിക്കുന്ന രീതിയിൽ അവരോട് പെരുമാറുക, സംസാരിക്കുക, തുറന്ന് സംസാരിക്കുക. ഇതിനൊക്കെ എത്ര പേര് തയ്യാറാകുന്നുണ്ടോ? നമ്മളും ആത്മപരിശോധന നടത്തേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ജീവിക്കുന്നത്. കുട്ടികൾക്ക് പല രീതിയിലുള്ള അഡിക്ഷൻസ് വരാം. പ്രത്യേകിച്ചും അഡോളസൻസ്, യുവത്വം വരുമ്പോഴത്തേക്ക് ഒരുപാട് അഡിക്ഷൻസ് വരാം. അവരുടെ ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഒരു കാലഘട്ടമാണ്. ഇതെല്ലാം നാം മനസ്സിലാക്കിയിരിക്കണം. ആ സമയത്ത് കുട്ടികളുടെ പെരുമാറ്റത്തിൽ പെട്ടെന്നൊരു മാറ്റം വരും. ഈ ടീനേജിലേക്ക് കടക്കുമ്പോൾ അതുവരെ കുട്ടിത്തമായിരുന്ന കുട്ടികളിൽ നിന്നും പെട്ടെന്നൊരു മാറ്റങ്ങൾ സംഭവിക്കും. ഈ മാറ്റങ്ങൾ അവർ മനഃപൂർവ്വം ഉണ്ടാകുന്നതെല്ലാം നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. അവരുടെ ഹോർമോണിൻ്റെ ചേഞ്ചസിൻ്റെ ഭാഗമാണ്. ഒരുപാട് ക്യൂരിയോസിറ്റി ഉണ്ടാവും. ആണും പെണ്ണും രണ്ടാണെന്നുള്ള ഒരു ചിന്ത വരികയും അതിനെക്കുറിച്ചുള്ള ക്യൂരിയോസിറ്റി വരുമ്പോഴും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അവരുടെ ശരീരത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുന്ന ഒരു കാലഘട്ടമാണ്. ഇതെല്ലാം നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കണം. അതിനനുസരിച്ചിട്ട് മാനസികമായിട്ട് അവരെ കൈകാര്യം ചെയ്യാൻ സാധിക്കണം. അവിടെ എല്ലാത്തിനും നമ്മളിങ്ങനെ എതിർക്കുകയും ഉറക്കി സംസാരിക്കുകയും അവരോട് ഒപ്പം നിൽക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാലാണ് അവർ മൂഡ് സ്വിംഗ് ഉണ്ടാകും, ഡിപ്രഷനിലേക്ക് പോകും. അങ്ങനെ പല രീതിയിൽ അവരുടേതായ രീതിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ കണ്ടെത്തും. ഹൗ ടു ഗെറ്റ് പ്ലഷർ. എല്ലാ മനുഷ്യരും അങ്ങനെയാണല്ലോ. നമ്മുടെ ശരീരത്തിനാണെങ്കിലും മനസ്സിലാണെങ്കിലും ഒരു സന്തോഷം നൽകുന്ന ഉപാധി എന്താണെന്നുള്ളതിനെക്കുറിച്ച് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഗൂഗിൾ ഇപ്പം ഈ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി അല്ലെങ്കിൽ ഗൂഗിൾ ഇൻ്റർനെറ്റ് വന്നതോടുകൂടി നമ്മുടെ സ്മാർട്ട് ഫോൺ കയ്യിൽ ഒതുങ്ങുന്ന ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇതെല്ലാം കിട്ടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ആയപ്പോഴത്തേക്ക് കുട്ടികൾ എങ്ങോട്ട് വേണമെങ്കിലും പോവാം, എങ്ങോട്ട് വേണമെങ്കിലും സെർച്ച് ചെയ്ത് പോവാം. അപ്പോൾ ആ രീതിയിലൊക്കെ പോകുമ്പോൾ എന്താണ് നല്ലത്, എന്താണ് തിന്മ, ഇത് സമൂഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ സമൂഹത്തിലും വ്യത്യസ്തമായ രീതിയിൽ കുറേ ക്രൈറ്റീരിയ ഉണ്ട്, കുറേ നിബന്ധനകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുട്ടികളിലേക്ക് പതുക്കെ പകർന്നു നൽകുകയും എന്താണ് നന്മ, എന്താണ് തിന്മ, ഇതവരെ പഠിഞ്ഞ് മനസ്സിലാക്കിയൊക്കെ ചെയ്യുന്നത് അധ്യാപകരുടെ മാത്രം ഉത്തരവാദിത്വമല്ല. അതിൽ ഏറ്റവും വലിയ ലീഡ് എടുക്കേണ്ടത് ഓരോ രക്ഷകർത്താക്കളുമാണെന്നുള്ളതാണ്. അധ്യാപകർ നമുക്ക് എല്ലാ കുട്ടികളിലേക്കും എത്താൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാ കുട്ടികളും ഫുൾ A+ വാങ്ങിക്കേണ്ടതല്ലേ? എല്ലാ കുട്ടികളും ഒരേപോലെ തന്നെ സ്കോർ ചെയ്യേണ്ടതല്ലേ? ഓരോരുത്തരുടെയും ശേഷികൾ വ്യത്യസ്തമാണ്. ഒരു 40 കുട്ടികൾ ഇരിക്കുന്ന ഒരു ക്ലാസ്സിൽ ഒരേ അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ ചില കുട്ടികൾ നന്നായിട്ട് പെർഫോം ചെയ്യും, ബാക്കി ചിലർ വളരെ മോശമായിട്ട് പെർഫോം ചെയ്യും. എന്തുകൊണ്ടാണ്? ഓരോരുത്തരുടെയും അബ്സോർപ്ഷൻ കപ്പാസിറ്റി, ഓരോരുത്തർക്കും ആ ക്ലാസ്സിനെ വിലയിരുത്താൻ അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതികൾ പലർക്കും പലതായിരിക്കും. ചിലർക്ക് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും, മറ്റു കുട്ടികൾക്ക് വായിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. അങ്ങനെയൊക്കെ വ്യത്യസ്തമായിട്ട് സ്കില്ലുകളാണ്. അത് മനസ്സിലാക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കേണ്ടത് നമ്മൾ തന്നെ, രക്ഷകർത്താക്കൾ തന്നെ. എന്താണ് പോരായ്മ? മാർക്ക് കുറയുമ്പോൾ വഴക്ക് പറയാന്നുള്ളതല്ല, എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു, എന്തുകൊണ്ടെന്നുള്ളൊരു ചോദ്യം നമ്മുടെ മനസ്സിലും ഉണ്ടാകണം. അപ്പോൾ എങ്കിൽ മാത്രമേ കുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കുവാനും അവരെ പറഞ്ഞ കണക്ക് നേർവഴിക്ക് നടത്തുവാനും ഒക്കെ നമുക്ക് സാധിക്കത്തുള്ളൂ. അങ്ങനെ നടത്തേണ്ട നല്ല പൗരന്മാരാക്കി മാറ്റേണ്ടത് നമ്മുടെ എല്ലാവരും ഉത്തരവാദിത്വമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. അവിടെ സിന്തറ്റിക് ഡ്രഗിന് നമ്മുടെ രാജ്യത്ത് പെട്ടെന്ന് ഈ കോവിഡിന് ശേഷമാണ് പെട്ടെന്ന് ഇതുണ്ടായിരിക്കുന്നത്. കോവിഡിൻ്റെ സമയത്ത് എന്ത് പറ്റി? പെട്ടെന്ന് ലഹരികൾ എത്തിക്കാൻ പറ്റാത്ത മദ്യമാണല്ലോ അതുവരെ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ ഒരു ലഹരി പദാർത്ഥം എന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ അന്ന് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് എന്താ? എങ്ങനെ വാറ്റുചാരായം ഉണ്ടാക്കാം, എങ്ങനെയാണ് അതിൻ്റെ അവൈലബിലിറ്റി, എങ്ങനെ അത് കിട്ടാം എന്നുള്ളതൊക്കെ ആയിരുന്നെങ്കിൽ അത് പതുക്കെ കഫ് സിറപ്പിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ലഹരി ഉണ്ടാക്കാൻ പറ്റുന്നത്, മറ്റ് മരുന്നുകൾ, ചുറ്റുമുള്ള സാധനത്തിൽ നിന്ന് എങ്ങനെ ലഹരി ഉണ്ടാക്കാൻ പറ്റും, ഇതിങ്ങനെ കണ്ടും പഠിച്ചും ഇത് ഗൂഗിൾ അത് കോവിഡ് അങ്ങ് മാറിയപ്പോഴത്തേക്കും എല്ലാവരുടെയും ലഹരി എന്ന് പറയുന്നത് സിന്തറ്റിക് മരുന്നുകളിലേക്ക് എത്തി. സിന്തറ്റിക് മരുന്നുകൾ പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ പറ്റും. ഈ അധ്യാപകർക്കാണെങ്കിലും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്കാണെങ്കിലും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പ്രയാസമാണ് സിന്തറ്റിക്. പിന്നെ ഇതിൻ്റെ കച്ചവടക്കാരെന്താ ഉദ്ദേശിക്കുന്നത്? പെട്ടെന്ന് അഡിക്ഷൻ ഉണ്ടാക്കാൻ പറ്റണം. മദ്യത്തിന് അത്ര കണ്ട് പെട്ടെന്ന് അഡിക്ഷൻ ഉണ്ടാക്കാൻ പറ്റത്തില്ല, പക്ഷേ ഇത് പെട്ടെന്ന് അഡിക്ഷൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് ഒരു ഉപഭോക്താവിനെ കിട്ടുകയാണ്. ഇപ്പോൾ കുട്ടികൾ പലർക്കും കാശ് കാണത്തില്ല, ഒരു 3000-4000 രൂപ ഒക്കെ എടുത്ത് പെട്ടെന്ന് ആഴ്ച അല്ലെങ്കിൽ ദിവസങ്ങൾ ചിലവഴിക്കാൻ കാശ് കാണത്തില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? അവരെ കണ്ണികളാക്കിയിട്ട് അവരും കൂടെ ഇതിൻ്റെ വാഹകരാകും. അങ്ങനെയാണ് ഇതൊരു വലിയ ചെയിനായി നമ്മൾ പണ്ട് മണി ചെയിൻ എന്ന് പറഞ്ഞ കണക്ക് ഇങ്ങനെ വ്യാപിച്ചു പോകുന്നത്. ഇതാ മനസ്സിലാക്കിയിരിക്കണം. കൈ വിരലിൻ്റെ ഇടയിലും അല്ലെങ്കിൽ ഇതൊക്കെ ഒളിപ്പിച്ച് കടത്താനൊക്കെ വളരെ എളുപ്പമാണ്. സ്മെല്ലില്ലാത്തതിനാൽ പിടിക്കാൻ വളരെ ഇതൊരു ബുദ്ധിമുട്ടെന്താണെന്നറിയാം. നമ്മൾ പറയുന്നത് ഡി അഡിക്ഷൻ. ഇപ്പം ആംഫിറ്റമിൻ ഗ്രൂപ്പ് ഓഫ് ഫാമിലീസിൽപ്പെട്ട ഒരു ഡ്രഗ്സാണ് പലത്. MDMA എന്ന് പറയുന്നത്, സ്റ്റാമ്പ് എന്ന് പറയുന്നതും ഒക്കെ. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അഡിക്ഷൻ ആവും, പക്ഷേ ഇതിൽ നിന്നും നമുക്ക് പുറത്ത് വരാൻ വലിയ പാടാണ്. ഡി അഡിക്ഷനിലേക്ക് വരാൻ വലിയ പാടാണ്. അപ്പോൾ മദ്യം നമുക്ക് പെട്ടെന്ന് ഒരുപക്ഷെ 1 മാസം 1.5 മാസമൊക്കെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ട് കണ്ടെത്തിയാൽ ഒരുപക്ഷെ ഡി അഡിക്ഷനിലേക്ക് മാറ്റാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇത് അത്ര എളുപ്പം ഡി അഡിക്ഷൻ വരുന്നൊരു ഇതല്ല. പലപ്പോഴും ഡിപ്രഷനിലേക്ക് പോയി അവൈലബിലിറ്റി നമ്മുടെ ഈ സമൂഹത്തിൽ നമ്മൾ എത്രയോ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന നമ്മളെല്ലാം പങ്കെടുക്കുന്നു. എന്തുകൊണ്ടാണ്? മരുന്ന് കിട്ടാതാകുമ്പോൾ പെട്ടെന്ന് ആത്മഹത്യയിലേക്ക് അങ്ങ് പോവുക. അപ്പോൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമായതുകൊണ്ടാണ് സമൂഹം മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് ഇന്നിപ്പോൾ ആരാധനാലയങ്ങളാണെങ്കിലും മറ്റ് സമുദായ സംഘടനകളാണെങ്കിലും സ്കൂളുകൾ, മറ്റ് എല്ലാ റെസിഡൻസ് അസോസിയേഷൻ ഏറ്റെടുത്തുകൊണ്ട് സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് ഒരു വലിയ യുദ്ധം തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശരിക്കും നമ്മുടെ രാജ്യത്തിനെതിരെ നടക്കുന്ന ഒരു വലിയ യുദ്ധമായി തന്നെ കാണണം. കാരണം ഈ മരുന്നുകളെല്ലാം വരുന്നത് കൂടുതലും തദ്ദേശീയമായിട്ടുണ്ടാക്കുന്നതല്ല, പുറത്തുനിന്നാണ് വരുന്നത്. കഴിഞ്ഞ മാസം മറ്റോ ഗുജറാത്തിൽ മുൻഡ്ര പോർട്ടിൽ നിന്നും പിടിച്ച ഒരു ചെറിയ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പം ഇതിലൊരു ടിപ്പ് ഓഫ് ഒരു വലിയ മഞ്ഞുമലയുടെ ഒരു അഗ്രം മാത്രമാണ് ഈ പിടിക്കുന്നതെന്ന് പറയുന്നത്. അത് തന്നെ ഒരു 1350 കോടി രൂപയുടെ ലഹരി പദാർത്ഥം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രാജ്യത്തേക്ക് എത്ര കോടി രൂപയുടെ ലഹരിയാണ് വരുന്നതെന്ന് നോക്കണം. അപ്പോൾ ഇത് കാശിന് വേണ്ടി അല്ല, ഇതൊരു യുദ്ധം തന്നെയാണ്, ഒരു നിഴൽ യുദ്ധം തന്നെയാണ്. ഒരു സമൂഹത്തെ ഇല്ലാതാക്കുക. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്നറിയോ? ലോകത്തിൻ്റെ യുവത്വം ഇന്ത്യയിലാണുള്ളത്. ലോകത്തിൻ്റെ ഏതാണ്ട് 29% പറയുകയാണെങ്കിൽ ഈ ചെറുപ്പക്കാരുടെ ഏറ്റവും കൂടുതൽ ഒരു വലിയ സംഖ്യ ലോകത്തിൻ്റെ തന്നെ ഉള്ളത് ഇപ്പോൾ ഇന്ത്യയിലാണ്. അപ്പം നാളെ ഈ ലോകത്തെ നയിക്കാൻ പോകുന്നത് ഇന്ത്യ മഹാരാജ്യമാണ്. അപ്പോൾ ഈ രാജ്യത്തെ എങ്ങനെ തകർക്കാം എന്നുള്ളതിൻ്റെ ഒരു നിഴൽ യുദ്ധത്തിൻ്റെ ഭാഗമാകാം ഈ മരുന്ന് എന്നുള്ളതിനാൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇതിൽ പങ്കാളിയാകുക എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ പോരാളിയാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും രാജ്യത്തിൻ്റെ പോരാളിയാകുക എന്നുള്ള നിലയിലേക്ക് വരണം.
അതുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് എപ്പോഴും പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം വിശദമായി പറയുവാൻ വേണ്ടിയിട്ട് സാർ ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പം സുരേഷ് ബാബു സാറിൻ്റെ പ്രസംഗം കേൾക്കാത്തവർ ആരും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. യൂട്യൂബിലൂടെ ഈ അടുത്ത കാലത്തായിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിച്ചിട്ട് ഒരു മഹത് വ്യക്തിത്വമാണ്. ഒരുപാട് തമാശകൾ, ഒരുപാട് പറഞ്ഞ കണക്കും പാട്ടുകളിൽ വരികളിൽ നമ്മൾ കേൾക്കാത്ത അർത്ഥങ്ങൾ സാറ് പറഞ്ഞു തരും. വരികൾക്കിടയിലുള്ള അർത്ഥങ്ങൾ പറഞ്ഞു തരും. കേട്ടുകൊണ്ടിരിക്കാൻ ഇങ്ങനെ സമയങ്ങൾ, മണിക്കൂറുകൾ പോകുന്നത് അറിയത്തില്ല. അതുകൊണ്ട് ഒരുപാട് ഗുണമാണ്. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റലിൽ ഞാൻ ഇന്നലെ അമ്മയും കൊണ്ട് കാറ്ററാക്ട് സർജറി, തിമിരത്തിൻ്റെ ശസ്ത്രക്രിയ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയപ്പം അവിടെ വെയിറ്റ് ചെയ്യുന്നതിൽ ആരോ ഒരാൾ കൂട്ടത്തിൽ ഒരുപാടുണ്ടല്ലോ. ചിലർ ഈ ശബ്ദം ഉറക്കി വെക്കും, ചിലർക്ക് ഹിയർ പീസ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അതിനകത്ത് ഒരെണ്ണം സാറിൻ്റെ ശബ്ദമായിരുന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, നാളെ സാറ് വരുന്നുണ്ടല്ലോ, സാറിൻ്റെ ശബ്ദത്തിൽ ആരോ ഇങ്ങനെ കേൾക്കുകയാണ്. സാറ് പറയുമായിരുന്നു, ബംഗാളിൽ ചെന്നപ്പം അവിടുത്തെ ഗവർണർ സാറിൻ്റെ ഒരു ഫാനാണ്. അദ്ദേഹത്തിൻ്റെ യൂട്യൂബിലൂടെയുള്ള ഇതെല്ലാം കേൾക്കുന്നത്. ഞാനൊരിക്കൽ സാറിൻ്റെ പ്രസംഗം കേട്ടപ്പം KV സുമേഷ് എൻ്റെ കൂടെ സഹസാമാജികന്, അഴീക്കോട് MLA, അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ കൂടെ ജില്ലാ പഞ്ചായത്ത് ഉണ്ടായിരുന്നു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ അഴീക്കോട് MLA കുറിച്ച് അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്കതിന് പെട്ടെന്ന് എൻ്റെ ആദ്യത്തെ ചിന്ത പോയത് വേറൊന്നുമല്ല, സുമേഷ് അങ്ങനെയാണോ, അപ്പോൾ ഞാനും അങ്ങനെ ആവണമല്ലോ. കാരണം സുമേഷ് എന്നൊരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്ലീസിങ് ആയിട്ടുള്ള ക്യാരക്ടർ. നമുക്ക് ചില വ്യക്തികളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ഇഷ്ടം തോന്നുന്നൊരു വ്യക്തികളുണ്ടല്ലോ. അവരൊന്നും ചെയ്യേണ്ട, അവർക്ക് നമ്മളോട് ഒരു വാചകം പോലും സംസാരിക്കേണ്ട, പക്ഷെ നമുക്ക് പെട്ടെന്ന് എന്തോ ഒരു ആകർഷണം, ഒരു സന്തോഷം തോന്നും അവരെ കാണുമ്പോൾ. അങ്ങനെ ഒരു വ്യക്തിയാണ് ഈ സുമേഷ് എന്ന് പറഞ്ഞാൽ. എല്ലാവരോടും നല്ല സൗഹൃദമായി പെരുമാറുന്ന വളരെ നല്ലൊരു വ്യക്തിത്വം. അപ്പോൾ അദ്ദേഹം പ്രസിഡൻ്റായിരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഒരു പാമ്പ് കടിച്ച്, അത് വൈപ്പറാന്ന് തോന്നുന്നു, വൈപ്പർ, അതായത് അണലിയായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അണലിയായിരുന്നപ്പം എന്താ ചെയ്യുക, എന്നെയും വിളിക്കാറുണ്ട്, പട്ട് കടിച്ചു, പാമ്പ് കടിച്ചു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വിളിക്കുന്നു, ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുന്നു, അതോടെ തീർന്നു. ഞാൻ പിന്നെ അതൊരു ഫോളോ അപ്പ് ഇതൊന്നും ചെയ്യാറില്ല. പക്ഷേ സുമേഷ് അത് സാറ് 33 ദിവസം ഈ അണലിയെ വിഷവുമായിട്ട് മല്ലിടിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിടന്നു. അപ്പോൾ സുമേഷിൻ്റെ ഒരു ഫോളോ അപ്പും കാര്യങ്ങളും ആ പ്രസംഗത്തിൽ പറഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് തോന്നിയത് പാമ്പിൻ്റെ വിഷത്തെക്കുറിച്ചല്ല, ഒരു MLA അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ, ഒരു ജനപ്രതിനിധി ചെയ്യേണ്ട ഒരു കർത്തവ്യം ആ വ്യക്തി എങ്ങനെ ചെയ്തു എന്നുള്ളതാണ് പെട്ടെന്ന് എന്നെ ചിന്തിപ്പിച്ചത്. അങ്ങനെ സാറ് പക്ഷേ സാറിന് ഇപ്പോൾ രക്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആൻറ്റിബോഡീസൊക്കെ കാണാൻ സാധ്യതയുണ്ട്. കാരണം ഈ അണലി കടിച്ചു കഴിഞ്ഞാൽ, അണലി വിഷത്തിനല്ല, മറ്റേ ഈ അടുത്ത കാലത്ത് പത്രത്തിൽ പേരെന്തായിരുന്നു, ടിം ഫ്രൈഡ് എന്നും പറഞ്ഞൊരു അമേരിക്കൻ പുള്ളി നമ്മുടെ പാമ്പിൻ്റെ വിഷത്തിനെതിരെ, നമ്മൾ പാമ്പിൻ്റെ വിഷം വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്, കുതിരയിൽ നിന്നുണ്ടാക്കിയ സ്നേക്ക് വെനം, ആ സ്നേക്കിൻ്റെ വെനത്തിൻ്റെ അത് മറുമരുന്നാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. ഇത് പുള്ളി സ്വന്തം ശരീരത്തിൽ ആദ്യം 3 വട്ടം പാമ്പ് കടിച്ചിട്ടുണ്ട്, അങ്ങനെ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ട്. അപ്പം പുള്ളി അതിൽ നിന്ന് രക്ഷപ്പെട്ടപ്പം പുള്ളി എന്താ ചെയ്തത്, പിന്നെ ചെറിയ ഡോസിൽ ഇതങ്ങോട്ട് ഇഞ്ചെക്ട് ചെയ്യാൻ തുടങ്ങി. ഈ പാമ്പിൻ്റെ വിഷം തന്നെ ചെറുതായിട്ട് ഇഞ്ചെക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഏതാണ്ട് 300-400 തവണ ഇത് ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒന്ന് പരിശോധിച്ച് നോക്കിയപ്പം പുള്ളിയുടെ ശരീരത്തിൽ ഈ പാമ്പുകളുടെ വിഷത്തിനെതിരെയുള്ള ഇതുണ്ടല്ലോ, ആൻറ്റിബോഡി എന്ന് പറയും, ഇത് ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കും. ഇത് അന്നേരം കുതിരയ്ക്ക് മാത്രമല്ല മനുഷ്യനും ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പം പുള്ളിയുടെ രക്തത്തിൽ നിന്ന് ഇപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള ഈ പാമ്പിൻ്റെ വിഷത്തിനുള്ള മരുന്നുകളൊക്കെ എടുക്കാൻ തുടങ്ങിയിരിക്കുക. അപ്പോൾ ഞാനന്നേരം പെട്ടെന്ന് ആലോചിച്ചു, അങ്ങനെ സാറിനെ അന്ന് അണലിയാണല്ലോ കടിച്ചത്. കാരണം ഇദ്ദേഹത്തെ ടിം ഫ്രൈഡിനെ കൂടുതൽ കടിച്ചത് കോബ്രകളാണ്. അപ്പോൾ അണലിയുടെ വിഷം പുള്ളിയുടെ ശരീരത്തിലില്ല. സാറിൻ്റെ ശരീരത്തിൽ ഈ അണലി വിഷമുള്ളൊരു ശരീരമാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു പരിശോധനയ്ക്കൊക്കെ വിടാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണെന്ന് ഞാൻ സന്ദർഭവശാൽ സൂചിപ്പിക്കുകയാണ്. അതൊന്നുമല്ല, അതിനപ്പുറം സാറിൻ്റെ പ്രസംഗത്തിലുള്ള പെട്ടെന്ന് ഈ പാട്ടുകളെക്കുറിച്ചുള്ള അടുത്ത കാലത്ത് ഞാൻ കേട്ടൊരു പാട്ടിനകത്ത് നമ്മളെ ഇലുമിനാട്ടി എന്നുള്ള പാട്ടില്ലേ, ഇലുമിനാട്ടി നമ്മളെല്ലാം ആസ്വദിച്ചതാണ്, ഡാൻസ് കളിച്ചതാണ്. അപ്പം കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് കുടിക്കും എന്ന് പറയുന്നത്. അപ്പം സാർ അതുവരെ ഈ പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ വളരെ സൗമ്യമായിട്ടാണ് സംസാരിക്കുന്നത്. പ്രസംഗത്തിലെല്ലാം സൗമ്യവും ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ ഈ പാട്ടിനെ കുറിച്ച് പുള്ളി പറഞ്ഞപ്പം വളരെ രൗദ്രഭാവത്തിലാണ് പുള്ളി ഇതെല്ലാം, ഇങ്ങനെയൊക്കെയാണോ പാട്ട് എഴുതുന്നത്, ഇങ്ങനെയൊക്കെയാണോ പിള്ളേരെ വഴിതെറ്റിക്കുന്നത് എന്നുള്ള രീതിയിൽ. അപ്പോഴാണ് ഞാനും ഈ പാട്ടിൻ്റെ വരികളൊക്കെ ശരിക്കും ശ്രദ്ധിക്കാൻ തുടങ്ങി. ഞാനെൻ്റെ വണ്ടിക്കകത്ത് ഇടുന്ന ഏറ്റവും കോമൺ ആയിട്ട്, ഞാനല്ല ഇടുന്നത്, കൂടെ വരുന്നത് ഡ്രൈവറൊക്കെ ആയിരിക്കും ഇടുന്നത്, അവർ സ്ഥിരമായിട്ടിടുന്ന പാട്ടുകളിലൊന്നാണ് ഈ കട്ടച്ചോര കൊണ്ട് കുടിച്ച് ജ്യൂസ് അടിക്കും എന്നൊക്കെ പറഞ്ഞ്. അപ്പോഴാ വേറൊരു പാട്ട് ഞാൻ ശ്രദ്ധിച്ചപ്പോഴാണ്, അലങ്കാരത്തിന് കഞ്ഞി മുക്കിയ വെള്ളത്തുണി,
പിന്നെ 2 പഞ്ഞി ഉണ്ട മൂക്കി വെക്കാം. ഇതെല്ലാം കൂടെ പറഞ്ഞിട്ട് അവസാനം പറയുക ആദരാഞ്ജലികൾ നേരുന്നു. അയ്യോ, അപ്പം നമുക്ക് ഈ പറഞ്ഞ കണക്ക് കൊച്ചു പ്രായത്തിലൊന്നും തോന്നത്തില്ല, ഒരുമാതിരി അറ്റാക്കൊക്കെ വന്നിരിക്കുന്നതാണ്, നമുക്ക് ആദരാഞ്ജലി തീരുകയാണ്. ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെയാണ് നമ്മൾ പലപ്പോഴും വരികൾ ശ്രദ്ധിക്കാത്ത, ലിറിക്സ് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ ശ്രദ്ധയിൽ അങ്ങനെ പോകുന്നത്. കുട്ടികളും ശ്രദ്ധിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. പക്ഷേ അതിനപ്പുറം നമ്മളെ ഒരുപാട് എന്താ പറയുക ചിന്തിപ്പിക്കുകയും നമ്മളെ നല്ല രീതിയിൽ സമൂഹത്തെ മാറ്റിയെടുക്കാനും ഈ നമ്മുടെ മലയാള സാഹിത്യത്തിനും പ്രത്യേകിച്ച് മലയാള സാഹിത്യത്തിന് വലിയ സംഭാവന നൽകിയാണ് മലയാള ചലച്ചിത്ര ഗാനശാഖ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സാറ് വളരെ വിശദമായിട്ട് പഠിച്ചിട്ട് പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മതസൗഹാർദ്ദത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സാധാരണക്കാരന് പോലും മനസ്സിലാവുന്ന ഭാഷയിൽ ഒരു കാലത്ത് മലയാള ഭാഷയെ ഏറ്റവും കൂടുതൽ സമ്പന്നമാക്കിയ മലയാള സമൂഹത്തെ തന്നെ നിർവഹിക്കുന്ന നയിച്ച ഒരു ഗാനശാഖയാണ് മലയാള ചലച്ചിത്ര ഗാനശാഖ. അതിനൊക്കെ ഒരുപാട് സംഭാവനകൾ ഈ നമ്മുടെ നാടിന് നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള വിവിധ വിഷയങ്ങളെക്കുറിച്ചൊക്കെ അഗാധമായി പഠിച്ചിട്ട് വളരെ സരസമായി പറയുന്ന സുരേഷ് ബാബു സാറിൻ്റെ സാന്നിധ്യം തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അദ്ദേഹം ഇതിനുവേണ്ടി കണ്ണൂരിൽ നിന്ന് രാവിലെ 5:30 അവിടെ നിന്ന് പുറപ്പെട്ടത്. അപ്പോൾ സസൂക്ഷ്മം അതെല്ലാം വീക്ഷിച്ചുകൊണ്ട് ഏറ്റവും നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കണമെങ്കിൽ അതും ചോദിക്കാനുള്ള അവസരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ കൂടിയാണ് ഇന്നത്തെ ഈ ഒരു ഒത്തുചേരൽ. നമുക്കറിയാം ഇന്നത്തെ ഒരു പ്രാധാന്യം അതിന് നമുക്ക് ഓൾറെഡി ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വഴിതെറ്റുന്ന യുവത്വവും താളം തെറ്റുന്ന കുടുംബവും അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചർച്ചാ വിഷയം. അപ്പോൾ അതിന് പ്രധാനമായിട്ടുള്ളൊരു കാരണം ലഹരിയാണ് എന്ന് നമുക്കറിയാം. കേരള പോലീസ് അതിന് പ്രത്യേകിച്ചും ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ഈ ലഹരിയുടെ പ്രധാന സ്രോതസ്സുകളെ കൊട്ടിയടയ്ക്കുക, അതിൻ്റെ വാതിലുകൾ അടയ്ക്കുക, നമ്മുടെ സംസ്ഥാനത്തേക്ക് ലഹരി വരാതിരിക്കുക, ആരെങ്കിലും ഇവിടെ അത് കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ശിക്ഷാ നടപടികൾ എടുക്കുക, അതാണ് പോലീസിൻ്റെ പ്രധാന ജോലി. അതിനോടൊപ്പം തന്നെ ഈ സപ്ലൈ സൈഡ് കട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള കാര്യമാണ് ഡിമാൻഡ് സൈഡ് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത്. കാരണം ഏതൊരു പ്രോഡക്റ്റ് ആയാലും അതിന് ഒരു ആവശ്യക്കാരനുണ്ടെങ്കിൽ മാത്രമേ ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ വിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലേ? അപ്പോൾ നമുക്കിടയിൽ ആവശ്യക്കാരുണ്ട് ഈ ലഹരിക്ക് എന്നത് വളരെ വേദനിപ്പിക്കുന്ന ഒരു സത്യം തന്നെയാണ്. അപ്പോൾ ആ ആവശ്യക്കാരിൽ അധികവും നമ്മുടെ യുവത്വം, നമ്മുടെ നാളെ എന്താണെന്ന് തീരുമാനിക്കുന്ന കുട്ടികളും യുവാക്കളും ആണ് എന്നത് അതിലേറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് കൊല്ലം സിറ്റി പോലീസിൻ്റെ പുതിയൊരു പരിപാടി ഇതിനായിട്ട് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരാണ് മുക്തിയോദയം. ഈ ലഹരിയിൽ നിന്ന് മുക്തി നേടി ഉദിച്ചുയരുക എന്ന ഒരു അർത്ഥത്തിൽ നമ്മൾ രൂപീകരിച്ചിരിക്കുന്നതാണ് മുക്തിയോദയം എന്നൊരു പ്രോഗ്രാം. അതിനകത്ത് നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ലോഗോ ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ കാണാനായിട്ട് പറ്റും. ഒരു ഭൂമിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിന് പിന്നിൽ ഒരു ഇരുണ്ട രൂപം അവരുടെ കരാളഹസ്തം നീട്ടി ഭൂമിയെ ചുറ്റുന്നതായിട്ട് കാണാം. അതിൻ്റെ നടുക്കായിട്ടൊരു വലിയ പ്രാവിൻ്റെ ചിത്രമുണ്ട്. ആ പ്രാവ് കുഞ്ഞു കിളികളെ തന്നോട് അടുപ്പിക്കുന്നതായിട്ടും കാണാം. ലഹരി എന്ന മഹാവിപത്ത് അവരുടെ കരാളഹസ്തം കൊണ്ട് ഭൂമിയെ കെട്ടി പിണരുന്ന സമയത്ത് പ്രാവിൻ്റെ രൂപത്തിൽ പോലീസാകാം, എക്സൈസ് ആകാം, MVD ആകാം, നിങ്ങളിൽ ഓരോരുത്തരും ആകാം. ആ ഭൂമിക്ക് ഒരു മാലാഖയെ പോലെ വന്ന് ഒരു പ്രതീക്ഷയുടെ കിരണം നൽകാനായിട്ട് നമുക്കൊരു പോംവഴിയുണ്ട്. അതിന്നും അടഞ്ഞിട്ടില്ല, ഇപ്പോഴും അത് വൈകിയിട്ടില്ല. നമുക്ക് ഓരോരുത്തർക്കും ആ ഒരു പിടിവള്ളി കൊടുക്കാനായിട്ട് സാധിക്കും. പോലീസിൻ്റെ സൈഡിൽ നിന്ന് അവരുടെ ജോലി അവർ ചെയ്യുന്നു. പക്ഷെ നമുക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യാം എന്നത് ഇങ്ങനെയുള്ള റെസിഡൻസ് അസോസിയേഷനുകൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു ചോദ്യമാണ്. എന്താണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക? നമ്മുടെ യുവാക്കളുണ്ട്, ഇവിടെ വയോജനങ്ങളുണ്ട്, മറ്റ് പല മേഖലകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, വീട്ടമ്മമാരുണ്ട്. ഇതിൽ ആർക്കെങ്കിലും ഓരോ ഗ്രൂപ്പ് ഓഫ് സൊസൈറ്റി ഇവിടെ റെപ്രസെൻറ്റഡ് ആണ്. അവർക്ക് ഓരോരുത്തർക്കും അവരുടെ ഒരു അഭിപ്രായം ഒരു 1-1.5 മിനിറ്റിൽ ഒന്ന് പറയാനായിട്ട് സാധിക്കാമോ? ആരെങ്കിലും ഒന്ന് എണീറ്റ് നിന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ഈ ലഹരിയെ നമ്മുടെ നാട്ടിൽ നിന്ന് തുരത്താനായിട്ട് എനിക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് ഒരു 5 സെക്കൻഡിൽ ഒരാൾക്കൊന്ന് പറയാൻ പറ്റുമോ? ആരാ വരുന്നത്? കുട്ടികളിൽ തുടങ്ങാം. പറയൂ, പെൺകുട്ടികൾ തന്നെ മുന്നിലേക്ക് വരൂ. സ്ത്രീ ശക്തി പറഞ്ഞോളൂ.
ഈ നേരെയുള്ള കുട്ടി ലാവൻഡർ ടീഷർട്ട് പറയാൻ പറ്റില്ല, ഐഡിയ ഇല്ല. ഇവിടെ പെൺകുട്ടി നീല ഡ്രസ് ഇട്ട് പറയാമോ എന്താ ചെയ്യാൻ പറ്റുന്ന ലഹരിക്കെതിരെ? ഈ അവസരം എന്നും കിട്ടില്ല, എന്നും വന്നിട്ട് നിങ്ങളോട് ഈ ചോദ്യം ആരും ചോദിക്കില്ല. അവസരം വരും, അത് ഒരു തവണ മാത്രം. രണ്ടാമത്തെ തവണത്തേക്ക് വെയിറ്റ് ചെയ്യരുത്. അപ്പോഴേ മുന്നിലേക്ക് ഓടി വന്നത് പറയണം. ആർക്കാ പറയാൻ പറ്റുന്നത്? ട്രിവാൻഡ്രം റെസിഡൻസ് അസോസിയേഷനിൽ ഇത് പറയാൻ ആരും ഇല്ലേ? എവിടെ ഇതിന്റെ സെക്രട്ടറിയും പ്രസിഡന്റും? പറയും. പേര്? ഓക്കെ, റെക്കുമുബിൻ. പറയും. ഓക്കെ, പുള്ളി പറയുന്നത് ലഹരിയുടെ ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അത് അധികാരികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ദൗത്യം. അത് വളരെ കൃത്യമായ ഒരു ഉത്തരമാണ്. ഒരു കൈയടി. അത് എങ്ങനെ ചെയ്യാം എന്നതാണ് അടുത്ത ചോദ്യം. നമുക്ക് എപ്പോഴും ഒരാൾ ലഹരി വിൽക്കുന്ന കാണുന്നു, ഉടനെ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിപ്പോയി ചെയ്യാം. നമുക്ക് മറ്റ് ജോലികളുണ്ടാവും, നമ്മുടെ പ്രയോറിറ്റീസ് വേറെയാണ് അല്ലേ? നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാവും. അതിനുവേണ്ടി കേരള പോലീസ് ഒരു ടോൾ ഫ്രീ നമ്പർ തന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഉണ്ട്, വാട്സാപ്പ് ഉണ്ട് അല്ലേ? അതിലൊരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി. അത് സ്റ്റേറ്റ് പോലീസിൻ്റെ കൺട്രോൾ റൂമിലേക്ക് ആ മെസ്സേജ് പോവുകയും ഏത് സ്ഥലത്താണ്, നിങ്ങളിപ്പോൾ തേവലക്കരയാണ് കണ്ടത് അല്ലെ കരുനാപ്പള്ളിയിലാണ് കണ്ടത്, ചവറയിലാണ്, ആ സ്ഥലത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ നമ്പറിൽ നിന്ന് വന്ന മെസ്സേജ് പോവും. അതിൽ നിങ്ങളുടെ ഐഡൻറ്റിറ്റി റിവീൽ ആകുകയില്ല. നിങ്ങൾ ആരാണ് എന്താണെന്നൊന്നും ഞങ്ങൾ നോക്കുന്നില്ല. ആ ഇൻഫർമേഷൻ മാത്രം എടുക്കുന്നു, അതിന് നടപടി സ്വീകരിക്കുന്നു. എനിക്ക് ഇപ്പോൾ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങളുടെ റെസിഡൻസ് അസോസിയേഷനിൽ നിന്ന് ലഹരി മുക്തി നേടേണ്ടത് നിങ്ങളിൽ ഓരോരുത്തരുടെ ആവശ്യമാണ് അല്ലേ? നമ്മുടെ ആവശ്യമല്ലേ? നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ ലഹരി ഇന്ന് കടന്നു കയറി കഴിഞ്ഞു. നമുക്കിനി ഇതിൽ നിന്ന് ഒരു പിന്മാറ്റം സാധ്യമല്ല. അതിനെതിരെ ശക്തമായിട്ട് നടപടിയെടുത്തേ പറ്റൂ. നമ്മുടെ കുടുംബത്തിന് നഷ്ടമുണ്ടാക്കുന്ന തരത്തിൽ ലഹരി ഇന്ന് ഈ സമൂഹത്തിൽ പിടിമുറുക്കി കഴിഞ്ഞു. അപ്പോൾ ഈ നമ്പർ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അല്ലാതെ പേപ്പറും പേനയും ഇന്ന് ഉപയോഗിക്കുന്നവർ കുറവായിരിക്കും. അവർക്ക് മൊബൈലിലേക്ക് അത് സേവ് ചെയ്ത് വെക്കാം. മൊബൈലും കൊണ്ടുവരാത്തവർക്കും ഈസി ആയിട്ട് ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു നമ്പറാണ്. നമ്മുടെ മെമ്മറി ഇടയ്ക്കൊക്കെ ഉപയോഗിക്കാനും ഇത് നല്ലതാണ്. പണ്ടൊക്കെ നമുക്ക് മൊബൈൽ നമ്പറുകൾ കാണാതെ അറിയാമായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് നമ്മുടെ നമ്പർ ചിലപ്പോൾ അറിയായിരിക്കും. നമ്മുടെ അച്ഛൻ്റെയോ അല്ലെ അമ്മയുടെയോ അല്ലെങ്കിൽ സ്പൗസിൻ്റെയോ ഒക്കെ നമ്പർ മാത്രം നമുക്കറിയൂ. ഒരു കൂട്ടുകാരൻ്റെ പോലെ നമുക്കറിയില്ല. കാരണം എല്ലാം സേവ്ഡ് ആണ്, ഒന്നും ഓർത്ത് വെക്കേണ്ട. അപ്പോൾ നമ്മുടെ മെമ്മറി തന്നെ ഇപ്പോൾ ദ്രവിച്ച് പോയിട്ടുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ മെമ്മറി എക്സസൈസസും നല്ലതാണ്. എല്ലാവരും നോട്ട് ചെയ്തോളൂ. 999. 999 എന്ന് വെച്ചാൽ എന്താ? 999. 59. 59. 666. 666. 66. 66. ഒന്നുകൂടി പറയാം. 999 59 666 66. ഒരു കുട്ടിക്ക് പറയാമോ ഈ നമ്പർ ഒന്ന് ഏറ്റു പറയാമോ? എഴുതിയെടുക്കാത്തൊരു കുട്ടി പറയൂ. എണീക്കോ? പെൺകുട്ടികൾ മുന്നിലേക്ക് വരണം. പേര്? അപർണ പറയുന്നു. ഒരു കൈയടി. 999 59 666 66. 999 59 666 66. ഈ നമ്പറിലേക്ക് ഒരു വാട്സാപ്പ് മെസ്സേജ് നിങ്ങൾ ചെയ്യുമ്പോൾ ഈ സമൂഹത്തിൽ നിന്ന് ലഹരി നീക്കുന്നതിൻ്റെ ഒരു കണ്ണിയായി നിങ്ങൾ മാറിക്കഴിഞ്ഞു. ഈ യുദ്ധത്തിൽ നിങ്ങൾ പങ്കാളിയായിക്കഴിഞ്ഞു. നമുക്കറിയാം നമ്മുടെ അതിർത്തികൾ ഇന്ന് അശാന്തമാണ്. യുദ്ധം അവിടെ നടക്കാനായിട്ട് സാധ്യതയുണ്ട്, നടക്കാതിരിക്കാം. പക്ഷെ നമ്മൾ എപ്പോഴും പ്രിപ്പയർഡാണ്. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു യുദ്ധം ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ആ യുദ്ധം ലഹരിക്കെതിരെയാണ്. പണ്ട് ഗാന്ധിയും നെഹ്റുവും രാജ്യത്തിന് വേണ്ടി പോരാടിയ പോലെ അതുപോലത്തെ ഒരു പോരാട്ടം നമ്മൾ ഇന്ന് ചെയ്യേണ്ടതുണ്ട്. അത് ലഹരിക്കെതിരെയാണ്. കാരണം ഇത് നമ്മുടെ രാജ്യസുരക്ഷയെ വരെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നാർക്കോ ടെററിസം എന്നാണ് അതിനെ പറയുന്നത്. ഈ ലഹരി കൊണ്ട് ആ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ ടെററിസ്റ്റുകൾ അവരുടെ രാജ്യം
രാജ്യത്തും അകത്തും പുറത്തും എല്ലാം അവരുടെ സ്വാധീനം ഉറപ്പിക്കുന്നത്. അപ്പോൾ അതിലേക്കൊക്കെ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ്. അതിനെതിരെയുള്ള യുദ്ധത്തിൽ നമ്മൾ പങ്കാളിയാവുകയാണ് ഈ ഒരു ചെറിയ കാര്യത്തിലൂടെ. നിങ്ങൾ കരുതും ഇപ്പോൾ ഇത് അവിടെ നടക്കുന്നു, അപ്പുറത്തെ വീട്ടിൽ എന്തോ കാണുന്നുണ്ട്, രാത്രി കാലങ്ങളിൽ ചില യുവാക്കൾ വരുന്നുണ്ട്, അവരവരുടെ കാര്യത്തിൽ നമ്മളിതിൽ ഇടപെട്ട് തലവേദന പിടിക്കണ്ട, അല്ലെങ്കിൽ കോടതിയിൽ പോകണ്ട, പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങണ്ട. പക്ഷേ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ അറിയാത്ത ഒരു വലിയ അപകടം തന്നെയാണ് സമൂഹത്തിന്. പണ്ടത്തെ പോലെ എവിടെ ദൂരനാട്ടിൽ നടക്കുന്ന, ഒഡീഷയിലോ ആന്ധ്രയിലോ നടക്കുന്ന കഞ്ചാവല്ല ഇന്ന് നമ്മുടെ നാട്ടിൽ. ഇവിടെ ഓൾറെഡി നമ്മുടെ MLA സൂചിപ്പിച്ച കാര്യമാണ്, രാസലഹരിയാണ് അല്ലേ. രാസലഹരി പോലെയുള്ള വൻകിട കമ്പനികൾ ഇതിന് പിന്നിലുണ്ട്. അവരിത് ഇങ്ങോട്ട് കടത്തുന്നുണ്ട്, ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതുണ്ടാവാം, നമ്മളറിയാതെ നമ്മുടെ മക്കൾ ഇത് ഉപയോഗിക്കുന്നുണ്ടാവാം. പലപ്പോഴും നമ്മൾ പിടിക്കുന്ന കേസുകളിൽ കുട്ടികളുടെ അച്ഛനമ്മമാരെ വിളിക്കുമ്പോൾ അവർ പറയുന്നത് എൻ്റെ മകൻ അത് ചെയ്യില്ല, അവർ ഉറപ്പിച്ചങ്ങ് പറയുക. എൻ്റെ മകൾ ഒരിക്കലും ഇത് ഉപയോഗിക്കത്തില്ല, അവൾ ഇതിൻ്റെ കച്ചവടത്തിന് പോവില്ല. പക്ഷേ നമ്മുടെ കുട്ടികളെ അറിയാൻ നമ്മൾ എവിടെയോ മറന്നു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് എല്ലാം ഏതൊരു സ്റ്റേജ് കിട്ടിയാലും ഇപ്പോൾ പോലീസ് ആൾക്കാരെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അവർ ഇക്കാര്യം എടുത്തു പറയുന്നുണ്ട്. കാരണം നമുക്കറിയാം അതിൻ്റെ വ്യാപ്തി. ദിവസേന നമ്മൾ കാണുന്നതും ഒത്തിരി വേദനിപ്പിക്കുന്നതുമായൊരു കാര്യമാണ് നമ്മുടെ മക്കളെ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത്, എങ്ങോട്ടാണ് നമ്മുടെ പോക്കെന്നുള്ളത്. അതിനെപ്പറ്റി കൂടുതലായിട്ട് നമ്മുടെ മുഖ്യ പ്രാസംഗികൻ ഇവിടെ പറയുന്നതാണ് കുടുംബത്തിൻ്റെ താളം തെറ്റുന്ന കാര്യങ്ങൾ. പക്ഷേ ഈ ലഹരിയുടെ സന്ദേശം നിങ്ങളിന്ന് ഓരോരുത്തരും അവരുടെ വീടുകളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ഇന്ന് ഇവിടെ നമ്മൾ ഒത്തുകൂടിയതിൻ്റെ അതിൻ്റെ പരിപൂർണത അതുതന്നെയായിരിക്കും. ആ ഒരു സന്ദേശം നിങ്ങളെല്ലാം മനസ്സിൽ ഉൾക്കൊള്ളുക, പ്രവർത്തിക്കുക. നിങ്ങളൊന്ന് ഇത് ശ്രമിച്ചു നോക്കുക, അതിൻ്റെ റിസൾട്ട് വളരെ വലുതായിരിക്കും. ഒരു കുഞ്ഞ് ലഹരി ഉപയോഗിക്കുന്ന ആളോ അല്ലെങ്കിൽ കച്ചവടക്കാരനെ പിടിക്കുന്ന വഴി ഒത്തിരി പേരാണ് നമുക്ക് രക്ഷിക്കാനായിട്ട് പറ്റുന്നത്. നമ്മൾ വിചാരിക്കും കുഞ്ഞു കുഞ്ഞു കേസല്ലേ എന്ത് കാര്യം, പക്ഷേ ഒത്തിരി ആൾക്കാരെ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാം. അതുപോലെ ഇപ്പോൾ കൊച്ചുകുട്ടികളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ കേസെടുത്ത് അകത്തിടാനല്ല, അവർക്ക് ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് വിട്ട് അവർക്ക് അതിൽ നിന്ന് മുക്തി നേടാനായിട്ടുള്ള വിമുക്തി കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ അവരെ വിടുന്നുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും നമ്മൾ അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. നിങ്ങൾ ഓരോരുത്തരും അതിൻ്റെ ഭാഗഭാക്കാകണം. എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു സോ മച്ച്. ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ കൂടിയായിട്ടാണ് ഇത് പരിഗണിക്കപ്പെടുന്നത്. ഒരുപാട് വേദികളിൽ പ്രഭാഷണം നടത്തി ഒരുപാട് ജനങ്ങൾക്ക് അല്ലെങ്കിൽ യുവാക്കൾക്ക് മാർഗദർശനം നൽകാൻ കഴിഞ്ഞ സാറിനെ ഒരുപാട് വീഡിയോയിലൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സാറിൻ്റെ അടുത്തിരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊരു ഭാഗ്യമാണ്. അപ്പോൾ വീഡിയോയിലുള്ളൊരു കാഴ്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മാതാപിതാക്കളെ മാപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടികളിങ്ങനെ പാടുന്ന ഇതുണ്ടല്ലോ, അതൊക്കെ സാറിൻ്റെ വായിൽ നിന്നാണ് പൂർണ്ണമായിട്ട് എനിക്ക് കേൾക്കാൻ പറ്റിയിട്ട്. അപ്പോൾ ഡ്രഗ്സ്, ഈ ലഹരി, അത് പൂർണ്ണമായിട്ടും നമുക്ക് ഉന്മൂലനം ചെയ്യാൻ കഴിയും എന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ല. മദ്യം വിഷമാണ് എന്ന് പഠിപ്പിച്ച നമ്മുടെ രാഷ്ട്രപിതാവ്, ആ രാഷ്ട്രപിതാവിൻ്റെ ഈ രാജ്യത്ത് എത്രയോ വർഷങ്ങളായിട്ടും നമുക്ക് ശരിക്കും പൂർണ്ണമായിട്ടും മദ്യം നിരോധിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നിയമപരമായിട്ടൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് രാസലഹരിയും മറ്റുമെല്ലാം കടന്നു വന്നപ്പോഴാണ് നമ്മൾ കണ്ണു തുറക്കുന്നത്. ഈ രണ്ട് ഭാഗങ്ങളുണ്ട്, വിൽക്കുന്നവരുണ്ട്, ഉപയോഗിക്കുന്നവരുണ്ട്. വിൽക്കുന്നവർ, അവർക്ക് പല താല്പര്യങ്ങളുണ്ട്, അവർ ഉപയോഗിക്കാറില്ല. അവരിത് വിറ്റ് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് എന്തെല്ലാം കുൽസിതമായ ശ്രമങ്ങൾ നടത്തുമോ അതെല്ലാം അവർ നടത്തും. നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ കഴിയാത്ത വലിയ വലിയ മേഖലകളാണ്. ഇപ്പോൾ ഈ മദ്യവിരുദ്ധ പല സ്ഥലത്തും ക്യാമ്പയിൻ ആദ്യങ്ങളിൽ നടന്നപ്പോൾ ഇത് മദ്യത്തിൻ്റെ ആൾക്കാർ തന്നെ നടത്തിയ ക്യാമ്പയിനുകളുണ്ട് എന്നാണ് വായിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെ കിട്ടും, ഇതിൻ്റെ പേരെന്താണ്, ഏത് കടകളിലാണ് കിട്ടുക, എങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ സൂത്രത്തിലൂടെ ഇത് പറഞ്ഞ് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഇതിൻ്റെ ഉള്ള ദേഷ്യത്തിലല്ല. അപ്പോൾ ആ രീതിയിൽ തന്നെ നടക്കുന്ന ഒരു രാജ്യത്ത് പൂർണ്ണമായിട്ടൊന്നും നമുക്ക് കഴിയില്ല. പിന്നെ വേണ്ടത് നാം സ്വതന്ത്രരായി ഇത് ഉപയോഗിക്കുന്ന ആളുകളെ തടയുക എന്നുള്ള. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ വിതരണം തടസ്സപ്പെടും.
ഡ്രഗ്സിനെ സംബന്ധിച്ച് നേരത്തെ ഒരു 50 വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്ന കാഴ്ചപ്പാട് അത് പ്രതിരോധിക്കാൻ കഴിയാത്ത വിധം അഡിക്റ്റീവാണെന്ന, അതിൽ നിന്ന് ഒരാൾക്ക് മോചനമില്ല എന്ന. അതിൻ്റെ പരീക്ഷണങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഒരു കൂട്ടിൽ കഴിയുന്ന ഒരു എലി, ആ എലിക്ക് വെള്ളം കൊടുക്കുകയാണ്. ശുദ്ധമായ വെള്ളവും ഡ്രഗ്സ് മിക്സ് ചെയ്ത വെള്ളവും കൊടുക്കുന്നു. 2 വെള്ളവും കൊടുക്കുമ്പോൾ ഈ എലി കുടിക്കുന്നത് ഡ്രഗ്സ് മിക്സ് ചെയ്ത വെള്ളം കുടിക്കുന്നത്. അതിനോട് അതിന് താല്പര്യം. അത് കുടിച്ച് അത് ചാവുക. ഇതിൻ്റെ ഈ പരീക്ഷണത്തിൻ്റെ ആകത്തുക, അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഡ്രഗ്സ് അത് പ്രതിരോധിക്കാൻ കഴിയാത്ത രീതിയിൽ അഡിക്റ്റീവാണ്. അതിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. എലിയെ പോലെ തന്നെ മനുഷ്യൻ്റെ അവസ്ഥയെന്ന്. പിന്നീട് കാലം കഴിഞ്ഞു. 1970കളുടെ അവസാനം കനേഡിയൻ സൈക്കോളജിസ്റ്റായിരുന്ന ബ്രൂസ് കെ അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞു, ഈ കൂട്ടിലകപ്പെട്ട എലിക്കല്ലേ വെള്ളം കൊടുത്തത്, ആ എലിക്കല്ലേ ഡ്രഗ്സ് മിക്സ് ചെയ്ത വെള്ളം കൊടുത്തത്, അപ്പം അതുകൊണ്ട് നമുക്ക് കളമൊന്നും മാറ്റിപ്പിടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, സ്വതന്ത്രമായ ഒരു ഗാർഡനിൽ നമുക്ക് ഈ പരീക്ഷണം നടത്തി നോക്കാം. അങ്ങനെ കാനഡയിലെ സൈമൺ ഫ്രൈസർ യൂണിവേഴ്സിറ്റിയിൽ എലികൾക്ക് വേണ്ടിയിട്ട് ഒരു റാറ്റ് പാർക്ക് ഉണ്ടാക്കുകയാണ്. ആ റാറ്റ് പാർക്കിൽ എലികൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്. അതേപോലെ വിവിധ തരം ഭക്ഷണങ്ങൾ, അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള പന്തുകൾ, അതേപോലെ കളിക്കോപ്പുകൾ എല്ലാം ഉണ്ട്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് സ്വതന്ത്രമായി തന്നെ എലികൾക്ക് അവിടെ കഴിയാൻ പറ്റുന്നു. മാത്രമല്ല അവർക്ക് കൂട്ടുകൂടാൻ മറ്റു എലികളുമുണ്ട്. ഈ പരീക്ഷണത്തിൽ ഈ നടക്കുമ്പോഴാണ് ഈ ശാസ്ത്രജ്ഞൻ ഇദ്ദേഹം അങ്ങോട്ട് ചെല്ലുന്നത്. 2 കുപ്പി വെള്ളമുണ്ട്. ഒന്ന് ശുദ്ധമായ വെള്ളമാണ്, മറ്റൊന്ന് ഡ്രഗ്സ് കലങ്ങിയതാണ്. അങ്ങനെ അവിടെ ചെന്ന് മോർഫിൻ എന്ന് പറയുന്ന ഡ്രഗ്സ് മിക്സ് ചെയ്ത വെള്ളമായിരുന്നു. പക്ഷേ പരീക്ഷണത്തിൻ്റെ അവസാനത്തിൽ റിസൾട്ട് വന്നത് ശുദ്ധമായ വെള്ളം മാത്രമേ എലികൾ കുടിച്ചിട്ടുള്ളൂ. എലികൾ ശുദ്ധമായ വെള്ളം തന്നെ കുടിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും കുടിച്ചിട്ടില്ല. അപ്പം ഇതിൻ്റെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം കേജിലടക്കപ്പെട്ട കൂട്ടിലടക്കപ്പെട്ട എലിയെ പോലെ അല്ല ഇവിടെ ഉണ്ടായിരുന്നത്. സ്വതന്ത്രരായപ്പോൾ, അവർക്ക് കൂട്ടുകൂടാൻ പറ്റിയപ്പോൾ, ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടായപ്പോൾ, സന്തോഷവാന്മാരായപ്പോൾ അവർ വെള്ളം മാത്രം കുടിച്ചു. മാത്രമല്ല നേരത്തെ ഡ്രഗ്സ് ശീലിച്ച എലികൾ പോലും ശുദ്ധവെള്ളം കുടിച്ചു എന്നാ. ഇതിൻ്റെ ആകത്തുക അതേ കൂട്ടിലകപ്പെട്ടതാണ് പ്രശ്നം. അത് തന്നെയാണ് നമ്മുടെ വീടുകളിലും ഉള്ള പ്രശ്നം. അതാണ്, നമ്മളെല്ലാം കൂട്ടില. അതെ, ഈ കൂട്ടിലകപ്പെട്ടതിൻ്റെ പേരിൽ, ബന്ധങ്ങൾ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ആണ് കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നത്. റസൂലുള്ളാഹി പറയുന്നുണ്ട്, ലാ തജഅലു ബുയൂതക്കും ഖുബൂറ, ഖബറുകൾ പോലെ ആക്കരുത് നിങ്ങളുടെ വീടുകൾ. ഖബറുകൾ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയായിരിക്കും ഉണ്ടാകുക, പക്ഷേ ഇത് തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടാകില്ല. ഇപ്പൊ ഒന്ന് അങ്ങനെയായിരിക്കുന്നു. വാപ്പയും ഉമ്മയും തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ, അതേപോലെ മക്കളും തമ്മിൽ ഒരു ബന്ധമില്ല. അടുക്കളയിൽ പാചകം ചെയ്യുന്ന അമ്മ വിളിച്ചു ചോദിക്കണം, ഫോണിലാണ് കണക്ഷൻ ഉള്ളൂ, അല്ലാതെ വേറെ ബന്ധങ്ങളൊന്നുമില്ല. ഈ രീതിയിൽ എല്ലാവരും കൂട്ടിലായപ്പോ ആ സുഖം തേടിക്കൊണ്ട് ആ ഏകാന്തവാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, ടൈം കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ നശിപ്പിക്കാൻ വേണ്ടി പല മാർഗങ്ങളാണ് ആൾക്കാർ സ്വീകരിക്കുന്നത്. ചില ആളുകൾ രാത്രിയായ എന്ത് ചെയ്താൽ വീട്ടിൽ കയറൂല, അവരിങ്ങനെ അങ്ങാടിയിലൂടെ അലഞ്ഞു നടക്കും, കടകളിൽ, ഷോപ്പുകളിൽ, അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പുകളിൽ, അതേപോലെ സ്ഥലം. ചിലർ കച്ചവടമൊന്നും ഇല്ലെങ്കിൽ പോലും കട അടക്കൂല, അങ്ങനെ 1 മണി വരെ ഇങ്ങനെ കഴിഞ്ഞു കൂടുന്ന ആൾക്കാരുണ്ട്. വീട്ടിൽ ചെല്ലാൻ പേടിയാ. ഭാര്യ ഒന്ന് ഉറങ്ങിയിട്ട് ചെല്ലാണെങ്കിൽ സമാധാനമായിട്ട് കിടന്നുറങ്ങാം. 10 മണി വരെയും കിടന്ന് അവൻ ഉറങ്ങും. രാവിലെ അവനിക്ക് കച്ചവടം തുറക്കുകയാണെങ്കിൽ നല്ലവണ്ണം കച്ചവടം കിട്ടും, പക്ഷെ ആ കച്ചവടം നഷ്ടപ്പെടുത്തുന്നു. പല മാർഗങ്ങൾ വേണ്ടി ഇതിനു വേണ്ടി അവലംബിക്കുന്നു. അങ്ങനെ ശരിക്കും കൂട്ടിലകപ്പെട്ട മനുഷ്യരാകുന്നു. ഇവിടെ ശരിക്കും വേണ്ടത് നമ്മൾ ടച്ച് ചെയ്ത്, അതല്ല എങ്കിൽ ബന്ധങ്ങൾ സ്ഥാപിക്കാം. മക്കളും മാതാപിതാക്കളും ഒരു ബന്ധമില്ല. മക്കളും മാതാപിതാക്കളും മകളും അച്ഛനും തമ്മിൽ ബന്ധം വളരെ കുറഞ്ഞിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ കാണാം, ഫാത്തിമ ബീവി സ്വന്തം മോളിങ്ങനെ കടന്നു വന്ന അനുവാദം ചോദിച്ച് കടന്നു വരുമ്പോൾ റസൂലുള്ളാഹി ചെന്ന് മോളുടെ കൈ പിടിച്ച് അതിനുശേഷം മുത്തം കൊടുക്കുന്ന ഒരു രംഗമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ മക്കളുടെ കൈ പിടിച്ച് മുത്തിയിട്ടുണ്ടോ? നമ്മുടെ പെൺമക്കളാകട്ടെ ആൺമക്കളാകട്ടെ ആ കുട്ടികളുടെ കൈ ഒന്ന് സ്നേഹത്തോടെ പിടിച്ചിട്ട് എത്ര കാലായി. കണക്ഷൻ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതവിടെ സംഭവിച്ചിരിക്കുന്നു. കണക്ഷൻ ഉണ്ടെങ്കിൽ പട്ടം പോലെ എത്രയോ പറന്നു പോയാലും ആ പട്ടം തിരിച്ചെടുക്കാൻ കഴിയുന്നത് പോലെ നമുക്ക് നമ്മുടെ മക്കള് കൂട്ടിലേക്ക് വരും. കാരണം എൻ്റെ വാപ്പ എന്നെ കാത്തിരിക്കുന്നു, എൻ്റെ ഉമ്മ എന്നെ കാത്തിരിക്കുന്നു, അച്ഛനും അമ്മയും എനിക്ക് പ്രിയപ്പെട്ടതാണ്, അതുകൊണ്ട് അവൻ ഡ്രഗ്സ് ഒരിക്കലും ഉപയോഗിക്കൂല, ഒരിക്കലും മോശമായ ചുറ്റുപാടുകളിലേക്ക് മാറിപ്പോകൂല. ഇത് അവന്
വാപ്പയെ വിശ്വാസമല്ല, ഉമ്മയെ വിശ്വാസമല്ല, സഹോദരങ്ങളെ വിശ്വാസമില്ലാത്ത ഒരു രൂപത്തിലേക്ക് മാറി. അപ്പോൾ അച്ഛന് പറയാനുള്ളത്, എനിക്ക് നല്ല സ്നേഹമാണ് എൻ്റെ മോനോട്. നീ പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് മോനെ, നിന്നോട് എനിക്ക് വലിയ സ്നേഹമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? പ്രകടിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. വിളിക്കുന്നത് എടാ എന്നാ വിളിക്കുക. വയസ്സായ്മ പറയും മോനേന്ന് നീട്ടി വിളിക്കുമ്പോൾ അപ്പോൾ മോൻ്റെ ഉത്തരം ഉണ്ടാവില്ല. കാരണം കണക്ഷൻ നഷ്ടപ്പെട്ടു പോയി. ഒരുപാട് കാലം ഉപയോഗിക്കാതിരുന്നാൽ എന്ത് സാധനമായാലും തുരുമ്പിച്ചു പോകുമല്ലോ. അതേപോലെ ഇവരുടെ കണക്ഷൻ പോയിരിക്കുന്നു. വയസ്സാവുമ്പോൾ മോനെ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല, ചെറുപ്പത്തിലാണ് വിളിക്കേണ്ടത്. ആ മോന് പ്രിയപ്പെട്ട ഒരു വാചകം പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ടതാ. മോന് പ്രിയപ്പെട്ട ഒരു വാക്ക്, മോന് ഇഷ്ടപ്പെടുന്ന പദങ്ങൾ നമ്മൾ ഉപയോഗിക്കാറില്ല. മോൻ്റെ പേര് ഇഷ്ടപ്പെട്ട രൂപത്തിൽ പറയാറില്ല. ഭാര്യയോട്, പ്രിയപ്പെട്ടവളോട് പോലും ഒരു സുന്ദരിയാണെന്നൊന്ന് പറയാൻ, അതല്ല എങ്കിൽ നീ പാചകം ചെയ്ത ഭക്ഷണം നല്ലതാണെന്ന് പറയാൻ, നല്ല വാക്ക് പറഞ്ഞ് ബന്ധം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. അതിൻ്റെ ആകത്തുക എന്ന് പറഞ്ഞാൽ എല്ലാവരും തമ്മിലുള്ള ബന്ധങ്ങൾ, കണക്ഷനുകൾ ഇല്ലാതായപ്പോൾ ഓരോരുത്തരും കൂട്ടിലകപ്പെട്ടതായ എലികളെപ്പോയി മാറി. അപ്പോൾ ഓരോരുത്തരും ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, അത് അവര് ആസ്വദിക്കുന്നൊന്നുമില്ല. ഈ ഡ്രഗ് ഉപയോഗിക്കുന്ന ആൾക്കാരോട് ചോദിച്ച് ആസ്വദിക്കാൻ വേണ്ടിയിട്ടല്ല, മറ്റ് ഇതിൽ നിന്ന്, സമയത്തിൽ നിന്ന് മാറിപ്പോകാൻ വേണ്ടി, ഒളിച്ചോടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് നാം വേണ്ടത് നമ്മുടെ വീടുകൾ, ആ വീടുകൾ ആദ്യം നന്നാക്കുക. ബന്ധങ്ങൾ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു ക്വാളിറ്റി ടൈമുണ്ട്. അതെല്ലാം മതത്തിൽ ശരിക്കും അത് പറയുന്നുണ്ട്. മുസ്ലിമീങ്ങൾ പോലും അത് കൈകാര്യം ചെയ്യാറില്ല. ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം ഒരുമിച്ച് കൂടിയിട്ടുള്ള കുറച്ച് ടൈം, സന്തോഷമുള്ള ഒരു ടൈമാണെങ്കിൽ, ഒരു കുടുംബ ജീവിതമാണെങ്കിൽ, ഒരു ഭർത്താവും മറ്റൊരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കൂല, ഒരു ഭാര്യയും ഒളിച്ചോടൂല, ഒരു മക്കളും വഴിതെറ്റൂല. പക്ഷേ അത് വേണ്ടത്, പ്രാഥമികമായിട്ട് വേണ്ടത്, മറ്റ് മദ്യശാലകൾ അടക്കാൻ വേണ്ടിയിട്ട് സമരം ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ വീടുകൾ ഒന്ന് ക്രമീകരിച്ചാൽ അത് നന്നായിരിക്കും. ഞാൻ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് അവസാനിക്കുകയാണ്.